ദൈവങ്ങളോട് കൂടെ ആയിരിക്കാൻ വലിയവനായ ദൈവം ഇന്ന് ഈ രാത്രിയിൽ ഇവിടെയാക്കി കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. 2003 ഞാൻ വരുമ്പോൾ ചില മുഖങ്ങളൊക്കെ എനിക്കറിയാറുണ്ട്. 10 വർഷത്തിന് ശേഷം വീണ്ടും പല പ്രാവശ്യം വന്നു പോയി. എന്നാൽ ഈ ഭവനത്തിനകത്ത് വരുവാൻ ഇവിടെയാക്കി കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടാതെ എൻ്റെ ഭവനത്തിൻ്റെ എൻ്റെ സ്വന്തം റിലേറ്റീവുമായ 2 പേര് എൻ്റെ കൂടെ നിന്നുണ്ട്. അവർക്കും എൻ്റെ കൂടെ അവരുടെ ആയിരിക്കാനും ദൈവം കൂടെ ആയിരിക്കാനും കർത്താവ് ഒരിക്കലും വളരെ ഭാഗ്യാവസ്ഥയ്ക്കാണ് ദൈവത്തെ സ്തുതിക്കുകയും. ഇന്ന് രാത്രിയിൽ ഒറ്റ ഒരു വാക്യത്തോടെ എൻ്റെ സാക്ഷി ഞാൻ നിർത്തും. കാര്യം എന്നോട് കർത്താവ് വളരെ വ്യക്തമായി ഖത്തറിലെ ശുശ്രൂഷ പറഞ്ഞു, മോനെ നിർത്തും നിന്റെ സാക്ഷ്യം. നിന്നെ വിളിച്ചത് നിന്റെ സാക്ഷ്യം പറയാനാണ്. കർത്താവ് എന്താ ക്രൂശിന്മേൽ ചെയ്തതെന്ന് പറയാൻ വേണ്ട നിന്നെ വിളിച്ചത്. അന്ന് ഞാൻ നിർത്തിയത് എന്റെ പരിപാടി. അതിനിപ്പോൾ ഒത്തിരി ഏകദേശം 13ഓളം രാജ്യങ്ങൾ കടന്നു പോകാൻ കർത്താവ് ഭാഗ്യം തന്നു. ഒന്നും എന്റെ സ്വന്തം കമ്പനിയുടെ ജോലിക്ക് വേണ്ടി പോയെങ്കിൽ ദൈവോടെല്ലാം വലിയ വലിയ അത്ഭുതങ്ങളെ അടയാളങ്ങളൊക്കെ ചെയ്യുവാനിടയാക്കി. അതിനെ പറഞ്ഞു ശിശുവായിരിക്കുന്നിടത്തോളം എന്ത് ചെയ്താലും കർത്താവിന് അപ്പനെ ഇഷ്ടമാണ്. മുതിർന്നു വരും. ഈ കൊച്ചു കുഞ്ഞു ഇവിടെ കിടന്ന് എത്ര ചാടിയാലും നമുക്ക് അത് ഇഷ്ടമാണ്. എന്നാ 10 കൊല്ലം കഴിയുമ്പോൾ ഇതേ പരിപാടി കാണിക്കാൻ തുടങ്ങിയാൽ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മെച്യൂരിറ്റിയിലോട്ട് ദൈവമക്കൾ എത്താൻ ഒറ്റ കാര്യമുള്ളൂ. ദൈവത്തിന്റെ വചനത്തിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ജീവന്റേതായ വചനമുണ്ട്, വേറൊന്ന് ആശ്വാസത്തിന് വേണ്ടിയുള്ള വചനമുണ്ട്. ഇന്ന് നമുക്കെല്ലാം വേണ്ടുന്നത് എന്തോ ആശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള വാക്യം. രോഗം വന്നാൽ മാറണം, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ രോഗസുഖം വന്നാൽ വിശന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം. എന്നാൽ ദൈവം ഞാൻ ഒന്ന് കാര്യം, ജീവനില്ലാതെ ആശ്വാസം കിട്ടിയ വല്ല കാര്യമുണ്ട്. ഒരാൾ ചാവാൻ കിടക്കുമ്പോൾ ആദ്യം വേണ്ടുന്ന ആശ്വാസമല്ല, ജീവനാണ്. ചത്തതിനെ ജീവൻ പായിപ്പാൻ അത് ജീവന്റെ ശുശ്രൂഷ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത് 2 വചനത്തിനകത്തുണ്ട്. ജീവന്റെ വചനവും കൊണ്ട് ആശ്വാസത്തിന്റെ വചനവും കൊണ്ട്. ഇന്ന് സകല ചർച്ചകളും കൂട്ടായ്മകളും എല്ലാം ആഗ്രഹിക്കുന്നതും ഏറ്റവും കണ്ടെത്തുന്ന ഈ ആശ്വാസം. ജീവന്റെ വചനത്തെ ത്യജിച്ചു കളയുന്ന ഒരു കൂട്ടം ജനം. എന്നാൽ കൃപയാൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് എന്റെ ശുശ്രൂഷിക്കർത്താവ് ഒരു വലിയ വ്യത്യാസം വരുത്തി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുവരെയും സാക്ഷ്യം പറയാൻ പോകുന്നിടത്തെല്ലാം രോഗികൾ സൗഖ്യമാവുകയും ഭൂതങ്ങൾ വിട്ടുപോവുകയും ഇതെന്റെ മാസ്റ്റർ പീസ് ആയിരുന്നു. എവിടെ എത്ര ഭയങ്കര വലിയ ഭൂതം പിടിച്ച ഒരാൾ വന്നാലും അവനകത്തുനിന്ന് കുത്തി ഇളക്കി വിടുന്ന പരിപാടിയാണ് നമ്മുടെ പരിപാടി. കുറേയൊക്കെ ഞാൻ ഇന്റർനെറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. br.bino എന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാണാൻ പറ്റും ആദ്യകാലങ്ങളിൽ. പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞു 2002 എന്റെ അഡ്രസ് ഏകദേശം ക്ലോസ് ചെയ്യപ്പെട്ടു. ഇവർക്കൊന്നും അത്രത്തോളം അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അനുഭവിച്ചതായിട്ടുള്ള എല്ലാം 0 ആയ സ്ഥിതി, കാര്യം കിഡ്നിയുടെ പ്രശ്നം പല കാര്യങ്ങളൊക്കെ ആയിട്ട് 0 ആയ സ്ഥിതി നിന്ന് കർത്താവ് വിളിച്ചു വേർതിരിച്ചു. രക്തത്തിന്റെ വില കൊടുത്തു വേർതിരിച്ചു. കൃപയാൽ ഇന്ന് 11 വർഷമായി തിരിഞ്ഞു നോക്കിയാൽ പ്രൈസ് ഗോഡ് സന്തോഷിക്കാനല്ലാതെ എന്തോ തന്നെ സന്തോഷിക്കണം. പ്രൈസ് ഭൗതികമായ നന്മകൾ തന്നിട്ടാണോ? അല്ല. കാര്യം തൊടുന്നതെല്ലാം ദൈവം അനുഗ്രഹിക്കുക. കാര്യം കാലി ചവിട്ടുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുക, ഷെയ്ക്കാൻ കൊടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുക. ഒന്നും വേണ്ട. പ്രൈസ് ചുമ്മാ കമ്പനിക്കകത്ത് പോയി കമ്പനി അനുഗ്രഹിക്കപ്പെടുക. കാരണം ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഖത്തറില് ദുബായില് 6-ം മാസം അത് ഗവൺമെന്റ് മേടിച്ചു. 100% ഗവൺമെന്റ് മേടിച്ചു. ഇതൊക്കെ സാക്ഷ്യമായിട്ട് വിളിച്ചു വന്ന് ജനത്തെ ഇളക്കി പരിപ്പിച്ച് ഭയങ്കര വിടുതലും കാര്യങ്ങളൊക്കെ നടക്കുക. എന്നാൽ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം ഖത്തറിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്തതിന്റെ ഇടയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് സംസാരിച്ചു. എന്റെ പൊന്നുമോനെ നിർത്തുന്നത് കാരണം ഇതിനകത്ത് ദൈവത്തിന് പ്രസാദമില്ല. കാരണം ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്ന് പറയുന്നത് എന്റെ സാക്ഷ്യം കേട്ടില്ല. അതൊക്കെ അത് സാക്ഷ്യം എന്നല്ല അതിന് പറയുന്ന പേര് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം. പക്ഷെ കർത്താവ് പറയുന്ന സാക്ഷ്യം ഉണ്ടല്ലോ, ക്രിസ്തുവിന്റെ സാക്ഷ്യം. എന്താ ക്രൂശിന്മേൽ കർത്താവ് ചെയ്തത്? അതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ള നിലവിളി മാറും. അതിലോട്ട് ഞാൻ ഇറങ്ങാൻ പോവുക. ഞാൻ പറയുന്നു, സമയം നോക്കുന്നവർ ദൈവത്തെ ഓർത്ത് സമയം നോക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് ഓൾറെഡി ഞാൻ ആരോട് ചോദിച്ചിട്ടുണ്ട്, ടൈം ഞാൻ എടുക്കുന്നുണ്ട്, കുറച്ച് സമയം എടുക്കും. മനസ്സിലാകാത്തവർ അല്ലെങ്കിൽ ബോറടിക്കുന്നവരുണ്ടെങ്കിൽ പോയാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇരിക്കുന്നവർ ദൈവത്തിന്റെ കൃപയെ പ്രയോജനപ്പെടുത്തണം. കാരണം ഈ വളരെ ഈ കിട്ടാൻ പ്രയാസമുള്ള പ്രഷ്യസ് ആയ ദൈവത്തിന്റെ വചനത്തിലോട്ട് അതിന് ഇറങ്ങാൻ പോകും. അതോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പ്രൈസ് ഗോഡ്
ഒരു നിത്യതയുടെ വിഷയം വേറൊന്നുമല്ല. നിത്യരാജ്യം എറ്റേണൽ ലൈഫാണ് എന്റെ വിഷയം, വേറൊന്നുമല്ല. കാരണം ഈ കാലഘട്ടത്തിൽ വേറെ ഒന്നും വേണ്ട, നിത്യരാജ്യത്തിനകത്ത് അവകാശിയായില്ല. കാര്യം ബാക്കിയുള്ളതെല്ലാം ചപ്പെന്നും കുപ്പയെന്നും എണ്ണാനുള്ള ഒരു മാനസികാവസ്ഥ. ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. നിങ്ങൾക്കൊന്ന് എടുക്കാമോ? എബ്രായർ ലേഖനം ഒന്ന് എടുക്കാമോ? എബ്രായർ ലേഖനം 9-ാം അധ്യായം 20. പെട്ടെന്ന് എനിക്ക് എടുത്ത് തന്നാൽ അത്രയും പെട്ടെന്ന് പോകാം. എബ്രായർ ലേഖനം 9-ാം അധ്യായം 26-ാമത്തെ വാക്യം ഒന്ന് എടുക്കാം. എബ്രായർ ലേഖനം 9:26. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കലായി പ്രത്യക്ഷനായി. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ഞാൻ ഒന്ന് പറയാം. ഒരിക്കലായി അവൻ പ്രത്യക്ഷനായി. എന്നാ അത് ലോകത്തിന്റെ അവസാനത്തിലാ. മനസ്സിലായില്ല? എന്നാൽ ഒന്നുകൂടെ വായിച്ചത് രണ്ടാമത്തെ വാക്യം. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കലായി പ്രത്യക്ഷനായി. ഞാൻ പറയാം ഒരു കാര്യം കേൾക്കണേ. പാട്ട് കേട്ടവരല്ല ആത്മാവ് വന്നത്, ദൈവത്തിന്റെ വചനം കേട്ടവരമല്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ദൈവത്തിന്റെ വചനം ടീച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ തന്നെയും ഇതിനകത്തൊരു ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം പാട്ട് കേട്ട് ഇടക്കി പരിവർത്തിച്ച് കാര്യം ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് അകത്തോട്ട് കയറുന്ന ഒന്നല്ല, അകത്തുനിന്ന് പുറത്തോട്ട് പോകുന്നതാണ്. അപ്പൊ നിറഞ്ഞിരിക്കുന്നവർ ആരാധിച്ചുകൊണ്ടിരിക്കും, അവരുടെ ജീവിതത്തിനകത്ത് മാറ്റം വന്നുകൊണ്ടിരിക്കും. വചനം കേൾക്കാനുള്ള അവരുടെ മേൽ ഉണ്ടായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനത്തിലൂടെ മാത്രമേ ദൈവം പ്രവർത്തിക്കാറുള്ളൂ. നിങ്ങളുടെ യേശുപ്പൻ എവിടെയെങ്കിലും ചെന്ന് ഇങ്ങോട്ട് വന്ന് ഞാൻ സൗഖ്യമാക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കർത്താവ് തന്നെ വചനം പറഞ്ഞു. ദൈവം ആരാ? മനുഷ്യനാണോ? ദൈവം എന്ന് പറഞ്ഞാൽ വചനവും ആത്മാവും ചേരുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. വചനവും ആത്മാവും ചേരുന്നതാണ് ദൈവം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതേ ദൈവത്തിന്റെ ആത്മാവും വചനവും ഇന്ന് രാത്രി ഇതിനകത്തുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ വചനവും ആത്മാവുമായി ദൈവത്തെ കണ്ടാൽ അത് അകത്തുള്ളവൻ ആരാ? ദൈവമക്കളാണ്. മനസ്സിലായില്ല? അത് ഞാനൊരു ദൈവവൈദ്യനാണെന്ന് പറയണമെങ്കിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കണം. ഒന്ന് ആത്മാവ് കാണണം, രണ്ട് വചനവും കാണണം. വചനമില്ല, എനിക്ക് വചനമൊന്നും വലുതായിട്ട് അറിയത്തില്ല, ഞാൻ ദൈവവൈദ്യനാണെന്ന് പറഞ്ഞാൽ നോ യൂസ്. നീ ദൈവത്തിന്റെ പൈതലല്ല, ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ഇന്ന് രാത്രി ഞാൻ പറയാം, വചനം അതുകൊണ്ട് തന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അതൊക്കെ ഭാഗ്യവാന്മാരല്ല. പ്രൈസ് ഗോഡ്. ലോകപ്രകാരം അവർ ഭാഗ്യവാന്മാരായിരിക്കും, എന്നാൽ ദൈവത്തിന്റെ വചന പ്രകാരം അവർ ഭാഗ്യവാനാ. ഏറ്റവും ദൈവത്തിന്റെ വചന ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നത് എങ്ങനെയാ? 24 മണിക്കൂർ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ആത്മ ഉദ്ദേശിക്കുന്നത്. ഒരു വാക്യം കിട്ടിയ ആ വാക്യത്തിനകത്ത് വിടാതെ നിന്നിട്ട് അവൻ അത് ഹൃദയത്തിനകത്ത് ലാളിച്ച് അവൻ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങൾ ഈ വാക്യം കൊണ്ട് നിങ്ങൾ നേരിടുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെയുള്ളവരാ ദൈവത്തിന്റെ വഴികൾ. ഹല്ലേലൂയ. അവൻ രോഗം വരുമ്പോൾ രോഗത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ മനസ്സിലാവുന്നു? ഒന്നുകൂടെ ഞാൻ പറയാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും 3 ദൈവമക്കൾ. ഞാൻ ദൈവമക്കളെ ദൈവദാസന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ദൈവദാസത്വം മാറി നമുക്ക് കിട്ടിയേക്കുന്ന എന്താ? പുത്രത്വമായി കിട്ടി. പ്രൈസ് ഗോഡ്. അപ്പൊ ഒരിക്കലും ആരും ദൈവദാസന്മാരെന്ന് പറയരുത്. ദൈവമക്കളെ ഞാൻ ദൈവത്തെ സ്തുതിക്കണം. അപ്പൊ 3 പേര് ഇവരെ ആരാധിക്കത്തില്ലെന്ന് പറഞ്ഞ എടുത്ത് തീക്കാത്തോട്ടിടാൻ പറഞ്ഞു. ഇവരവിടെ നിന്ന് ഉടനെ ഒരു ഉപവാസം പ്രഖ്യാപിച്ചോ? പ്രൈസ് ഗോഡ്. 21 ഞാൻ ഇരിക്കാൻ പോവാ. അല്ലെ കർത്താവ്, ഇന്ന് രാത്രി ഈ തീക്കകത്ത് തന്നെ വിടുവിച്ചേ മതിയാവൂ. ഈ തീയുടെ ശക്തി കെട്ടുപോട്ടെന്ന് അവിടെ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഈ തീ കെട്ടെന്ന് പറഞ്ഞിട്ടില്ല. മേലാ ദൈവമക്കളും പറയരുത്. കാരണം അറിയാം തീ കെട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം. തീയുടെ കാഠിന്യം കൂട്ടിക്കൊണ്ട് പ്രശ്നമില്ല. എന്നാൽ നീ അവിടെ ചവിട്ടുമ്പോ ആ തീയുടെ കാഠിന്യം ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. മാത്രമല്ല 4ാമത് ഒരുവൻ അവിടെ ഇറങ്ങിക്കഴിയും. ദൈവത്തിന്റെ വിശ്വസ്തതയാകിയാൽ ദൈവത്തിന്റെ സ്തുതിക്കുകയാണ്. പാടി നീട്ടിയപ്പോ ഈ കടലിൽ 2 എന്തോ ചെയ്യും? എന്റെ പൊന്നുമോനെ, കടലിനെ 2 കഴിയുന്ന ദൈവത്തിന് കടലിനകത്തൂടെ നടന്നു കയറുവാൻ നിനക്ക് പ്രാപ്തിയും ദൈവം നൽകി. അതൊക്കെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥനയുടെ ശൈലി മാറിക്കണം. ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നു അവൻ സ്വന്തം യാഗം കൊണ്ട്. ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? സ്വന്തമായി യാഗം കഴിക്കുന്ന ആരാ? യേശു പ്രത്യക്ഷപ്പെട്ട് അടക്കപ്പെട്ട് ആക്കപ്പെട്ടതായ ദൈവം അവിടെ ഒരു ലോകം അവസാനിക്കുക. ഇനി ഒരു ലോകാവസാനത്തെ കുറിച്ച് ദൈവം പറയരുത്. കാരണം നമ്മുടെ ലോകം അവസാനിച്ചെന്നേ. അങ്ങനല്ലേ എഴുതി വെച്ചേക്കാമോ? ഒന്നുകൂടെ വായിക്കാം. ഇനിയും വായിച്ചാൽ മനസ്സിലാവും. സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി കഴിഞ്ഞാൽ അവന്റെ ഉദ്ദേശം പൂർത്തിയാക്കി. ആ ലോകം അവിടെ അവസാനിച്ചു. ന്യായപ്രമാണമാകുന്ന ലോകം അവിടെ അവസാനിച്ചു. അല്ലാത്തവർക്ക് ഇനി അവസാനം ഉണ്ട്. ലോകാവസാനം നമ്മളെ സംബന്ധിച്ച് ഇനി നമ്മൾ ലോകാവസാനം കാണത്തില്ല. പ്രൈസ് ഗോഡ്. ഞാൻ ദൈവത്തിൽ. കാരണം ലോകം അവസാനിക്കാൻ നാം മനുഷ്യമായിട്ട് പറഞ്ഞാൽ അവിടെ ദൈവാത്മാവ് വെളിപ്പെട്ട് 2 വിഭാഗമാക്കി. ഒന്ന് സ്വർഗവും ഒന്ന് നരകവുമാക്കി. അല്ലേ? എന്താണ് ചിന്തിക്കുന്നത്? കൃപയാൽ മരിച്ചു കഴിഞ്ഞിട്ടല്ല നമുക്ക് സ്വർഗം ലഭിക്കാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്തുവായി സ്വർഗം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെയുള്ള
വാസം. കർത്താവിന്റെ കൂടെയുള്ള വാസമാണ് സ്വർഗം. അത് യുഗായുഗങ്ങൾ, നിത്യത, എറ്റേണൽ ലൈഫ്. എന്റെ കർത്താവിനോട് ചേർന്നൊരു ജീവിതമാ സ്വർഗമെങ്കിൽ ഞാൻ പറയട്ടെ. കൊലോസ്യർ 1-26 വാക്യത്തോട്ട് വന്നിട്ട് ഒരു വലിയ മർമ്മം ഇന്ന് പകൽക്കാലം രാത്രിക്കാലം പൗലോസ് അപ്പോസ്തലൻ അടിവരയിട്ട് പറയുക. കൊലോസ്യർ 1-26 വാക്യം. ഹല്ലേലൂയ. Thank you Jesus. Amen. Hallelujah. ഹല്ലേലൂയ. കൊലോസ്യർ 1-26 വാക്യം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചോ, ആർക്കാ വെളിപ്പെട്ടത്? അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ ആരിനി മേല പറഞ്ഞു ഞാൻ അശുദ്ധനാന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശൈലി മാറുന്നേ. കർത്താവേ എനിക്ക് അശുദ്ധി ഉണ്ട് എന്ന് പറയരുതെന്ന്. കാരണം എന്നെ നിന്നെ ഇതിന് പുറകെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അത് പ്രാപിച്ചവരാ. ദൈവത്തിന്റെ കൽപ്പനകളെ ഒരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് നിൽക്കുന്ന ദൈവം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ അശുദ്ധനല്ല, നീ വിശുദ്ധനാണെന്ന്. അവൻ ലോകക്കാർ പറയും നീ അശുദ്ധനാണെന്ന്, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയും നീ വിശുദ്ധനാണെന്ന്. അങ്ങനെ ഉള്ളവർ മാത്രമേ ഈ വാക്യത്തിന്റെ ആധികാരികത മനസ്സിലാക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ ഇത് കേൾക്കത്തുള്ളൂ. കാരണം 24 മണിക്കൂർ ഞങ്ങളും ബൈബിൾ അല്ലേ വായിക്കുന്നേ. ആന്ന് കുഞ്ഞെ നിനക്ക് വായിക്കാം. ഇത് ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ പൈതൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഈ ഭാഗ്യാവസ്ഥ കിട്ടുന്നതും ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ. വിശ്വാസം എവിടുന്നാ വരുന്നത്? വായിക്കുമ്പോഴാണോ വിശ്വാസം വരുന്നത്? അതിനെങ്ങനെ പറഞ്ഞത്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ ഇന്ന് രാത്രി കേൾക്കുവാൻ ഭാഗ്യമുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്രകാരം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറച്ചു വെച്ചിരുന്നു. ഇറ്റ്സ് എ മിസ്റ്ററി. ആമേൻ. എന്താ പഴയ നിയമ കാലഘട്ടത്തിൽ വിശുദ്ധന്മാർ ഇല്ലാഞ്ഞിട്ടാണോ? ശ്രദ്ധിക്കണേ. നോഹ വിശുദ്ധനല്ലായിരുന്നോ? അബ്രഹാം വിശുദ്ധനല്ലായിരുന്നോ? ഹല്ലേലൂയ. തുടർന്ന് അങ്ങോട്ട് വരുന്ന ഒത്തിരി പ്രവാചകന്മാർ വിശുദ്ധന്മാരല്ലാഞ്ഞിട്ടല്ല. എന്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ആമേൻ ആമേൻ ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നോടും നിന്നോടും അവരോടില്ലാത്തൊരു സ്നേഹം തോന്നിപ്പോയെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ജനിക്കുവാൻ, പുതിയ നിയമത്തിൽ ജീവിപ്പാൻ, വചനത്തോടെ ജീവിപ്പാൻ ദൈവം ആമേൻ നമുക്ക് ഭാഗ്യാവസ്ഥ ഒരുക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. So we are the luckiest people in the world, not because of your money and power, but because of His grace. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അത് പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞിരുന്നൊരു മർമ്മം. ആ മർമ്മത്തെ ഇന്ന് രാത്രി ഒന്ന് വെളിപ്പെടുത്തി. അടുത്തൊരു വലിയ മർമ്മം. ഇതാണ് പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ. പറഞ്ഞാട്ടെ, വായിച്ചാട്ടെ. ആ മർമ്മം മറക്കല്ലേ. 1:26 മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എവിടെ ഇരിക്കുന്നത്? നിങ്ങളിൽ ഇരിക്കുന്നെന്ന്. ഒത്തിരി സാധ്യതകളുള്ള ഒരു വചനമാണ് ബ്രദർ ഇത് കേട്ടോ. ഒത്തിരി അനന്ത സാധ്യതകൾ. ഈ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞല്ലോ. ലോകം ഒന്നും വലുതായിട്ടൊന്നും സമ്പാദിച്ചില്ലെങ്കിലും, ഈ ലോകത്തിൽ ഒന്നും ആയിത്തീരാൻ പറ്റിയില്ലെങ്കിലും, പ്രിയ കുഞ്ഞുങ്ങൾ, ഈ വാക്യത്തിന്റെ ആധികാരികമായ മർമ്മം അകത്തോട്ട് ഇറങ്ങി ആമിനൊന്ന് ചമച്ച് ഹൃദയത്തിലൊന്നും താലോലിക്ക്. ഹല്ലേലൂയ. നീ സ്വർഗരാജ്യത്തിലായി കഴിഞ്ഞു. ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിനോടുള്ള ജീവിതമാണ് സ്വർഗരാജ്യമെങ്കിൽ, ഹല്ലേലൂയ ആമീൻ, അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഒരു സ്വർഗരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ അല്ല ദൈവമക്കൾ. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ടഫ് ഒന്നുമില്ല കേട്ടോ. ആത്മാവിനെ ഒന്ന് വിട്ടുകൊടുത്താൽ മതി. കാരണം ദൈവത്തിന്റെ വചനമായി പറയുന്നത്. ഇതിനകത്ത് സംശയം കൊണ്ടവർ ആ സംശയം ഒന്ന് എഴുതി വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് എത്ര നേരം 2 മണി വരെ 3 മണി വരെ ഇരുന്ന് തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അതുകൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഞാൻ സ്കൈപ്പ് ഐഡിയോ ഫേസ്ബുക്കോ എന്ത് വേണം നമ്പർ തരാം. നിങ്ങൾക്ക് ഏത് സമയത്തും വിളിച്ച് കോൺടാക്ട് ചെയ്യണം. ഇനി എനിക്കിവിടെ പ്രൈവറ്റ് നമ്പർ ഉണ്ട്, ബഹറിൻ നമ്പർ ഉണ്ട്. ബഹറിലുള്ളവർക്ക് ഫ്രീ ആയിട്ട് എന്നെ ബഹറിൽ വിളിക്കാം. ഖത്തറിലുള്ളവർക്ക് എനിക്ക് ഖത്തർ സിം ഉണ്ട്. കുവൈറ്റുള്ളവർ കുവൈറ്റ് സിം ഉണ്ട്. 5 സിം ഉണ്ട്. ദൈവത്തിന്റെ കൃപ നടക്കുന്നത്. പോകുന്ന ശുശ്രൂഷിക്കുന്ന ദൈവം ചൈനയുടെ സിം മാത്രം എടുത്തിട്ടില്ല, പക്ഷെ അവർ സ്കൈപ്പ് വരുന്നുണ്ട്. അവർ പോകുന്നിടത്തെല്ലാം ഒരുപാട് ആൾക്കാർ ഇതുപോലെ വിളിച്ചും പറഞ്ഞും ദൈവസഭയോട് അവർ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ സഭയോടല്ല ചേർക്കുന്നത്, ദൈവസഭയോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുക. സഭാസ്പിറ്റില്ലാത്ത ദൈവമക്കൾക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മനസ്സിലായോ? നമ്മൾ ഇന്ന് പള്ളിയിലോട്ട് ചെല്ലുമ്പോൾ വെൽക്കം ഹോളി സ്പിരിറ്റ്, വെൽക്കം ഹോളി സ്പിരിറ്റ്. ഇത് എവിടുന്നാ വരേണ്ടത്? ഹല്ലേലൂയ ഹല്ലേലൂയ. എടാ കുഞ്ഞെ, ദൈവത്തിന്റെ ആത്മാവ് വിഷമിക്കുക. എന്റെ നിന്റെ അവസ്ഥയെ ഓർത്ത് അകത്ത് നിറച്ചു തന്നിരിക്കുകയാ. ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി കേട്ടോ. ഹല്ലേലൂയ. അകത്ത് നിറച്ചു തന്നിരിക്കുന്നത് അറിഞ്ഞാൽ മാത്രം മതി. ദൈവത്തിന്റെ ആത്മാവ് നിന്നിലുണ്ട്. അതൊന്ന് അറിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഈ ബുദ്ധി വരാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. അങ്ങനെ ഒരു സ്വർഗരാജ്യം സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ ഞാനൊരു വാക്യം ഒന്ന് എടുക്കാം. വാക്യം ഒന്ന് എടുക്കാം. എവിടെ? കൊലോസ്യർ 1:12 എടുക്കാം. കൊലോസ്യർ 1:12. വിശുദ്ധന്മാർക്ക് വെളിച്ചത്താനുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം. ഞാൻ വായിക്കാം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചെന്ന്. അപ്പൊ നമ്മൾ എവിടെ ആയിരുന്നു?
ഇരുട്ട് എവിടാ? അന്ധകാര ശക്തിയുള്ള കീഴില. ഇരുട്ടിന്റെ ശക്തിയിലായിരുന്നു നമ്മൾ. നിങ്ങൾക്ക് മോൻ കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇരുട്ടിന്റെ ശക്തിയിൽ നമ്മൾ വിടുവിച്ച് സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കാൻ പോകുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ വെച്ചിരിക്കുന്ന ഇപ്പൊ റൈറ്റ് ഡൗൺ നമ്മൾ വെച്ചിരിക്കുകയാണെന്ന്. അയ്യോ, സംശയമുണ്ടോ? അപ്പൊ എവിടാ സ്വർഗം? ഹല്ലേലൂയ. കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയത് നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ലെന്ന്. മനസ്സിലായോ? കാരണം ഒരു സ്വർഗത്തെ പാലിച്ച് നിന്റെയും എന്റെയും അകത്ത് സ്ഥാപിക്കാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു സ്വർഗരാജ്യത്തിൽ ഇരിക്കുന്നല്ല, എന്റെയും നിന്റെയും അകത്തെന്ന് പറഞ്ഞാൽ ഉച്ചി മുതൽ ഉള്ളേങ്കാൽ വരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രമാണം പതിച്ച് നമ്മുടെ കിട്ടിയവരാ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരു സബ് ഇൻസ്പെക്ടർ ടെസ്റ്റ് എഴുതി പാസ്സായിരിക്കുന്ന ഒരു വ്യക്തി ഇതിന്റെ പേപ്പർ കയ്യിലോട്ട് കിട്ടി കഴിയുമ്പോൾ ഞാൻ SI ആണെന്ന് 10 പേരോട് പറയും. അവൻ SI ആയോ? കുപ്പായം കണ്ടോ? തൊപ്പിയിട്ടോ? ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ SI. എന്നാൽ നമുക്കൊരു വിശ്വാസമുണ്ട്. ഈ പതിച്ചു കിട്ടിയ ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് എല്ലാവർക്കും ഉള്ളതല്ല, ഇത് ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല. കൃപയാൽ എനിക്കും നിങ്ങൾക്കും ഇത് വെളിപ്പെട്ട് കിട്ടിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് വെളിപ്പെട്ട് കിട്ടിയവരുടെ പേരാ ദൈവത്തിന്റെ മക്കളെന്ന്. ഹല്ലേലൂയ. പെന്തക്കോസ്തിൽ ചേർന്നാൽ ഇത് വെളിപ്പെട്ട് കിട്ടണമെന്നില്ല. അവൻ മതവുമായിട്ട് അവൻ നിന്നാൽ ഈ വെളിപ്പെട്ട് കിട്ടണമെന്നില്ല. ഇത് എവിടെ നിന്നാലും ദൈവത്തിന്റെ മക്കളായി പരിണമിക്കുമ്പോൾ ഇത് അവർക്ക് വെളിപ്പെട്ടിരിക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. സംശയമുണ്ട്. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇനി ഒരു സ്വർഗം വരുമോ? ഇനി ഒരു നരകമുണ്ടോ? ഒന്ന് എടുക്കണേ. 1 യോഹന്നാൻ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒരാൾക്ക് എടുക്കാം. 1 യോഹന്നാൻ 4:3 വേറൊരാൾക്ക് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 17:3 വേറൊരാൾക്ക് എടുക്കാം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു. അങ്ങനല്ല. എതിർ ക്രിസ്തു വന്നു എന്നോ? കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും ശ്രദ്ധിക്കണമേ, എതിർ ക്രിസ്തു വരാൻ പോകുന്ന എവിടുന്നാ നിങ്ങൾ ശ്രദ്ധിക്കണം. അമേരിക്കന്നോ പാകിസ്ഥാനിന്നോ അഫ്ഗാനിസ്ഥാനിന്നോ അല്ലെന്ന്. നമ്മൾ പറയുമല്ലോ, ഒരു എറ്റേണൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇവിടെ എതിർ ക്രിസ്തുവിന്റെ ഭരണമാണ്. പിന്നെ ബ്രദറെ സ്വർഗരാജ്യത്തുള്ളവരെ നമ്മളങ്ങ് പറഞ്ഞു പോകും. ബാക്കി എതിർ ക്രിസ്തു വന്ന് ഇത് വരുന്ന എവിടുന്നാന്ന് അറിയാമോ? വിശ്വാസത്തിൽ അടയ്ക്കുന്ന വായിച്ചത്. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവരല്ലേ അല്ല. ഹല്ലേലൂയ. അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. നിങ്ങളോട് ശ്രദ്ധിക്കണമേ, നിന്നെ പറിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ നമുക്കുള്ളവരല്ല. കാര്യം എനിക്കും നിങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒന്നിച്ച് കാണുമ്പോ സ്വോത്രം പറയും, അന്യഭാഷ പറയും, കെട്ടിപ്പിടിക്കും, ഉമ്മാരും എല്ലാം ചെയ്യും. പക്ഷേ അവർക്കും നിങ്ങൾക്കും തമ്മിൽ യാതൊരു കൂട്ടായ്മയുമില്ല. അവർ നിങ്ങൾക്കുള്ളവരായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ കൂടെ പാർക്കുമായിരുന്നു. അടുത്തത് വായിച്ചേ. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. നിങ്ങൾ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും അറിയുന്നു. നിങ്ങൾ സത്യം അറിയായ കൊണ്ടല്ല, നിങ്ങൾ അത് അറിയുകയാലും ഫോഷ്ക്ക് ഒന്നും സത്യത്തിൽ നിന്ന് വരായിക്കാലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആറാകുന്നു. പിതാവിനെ പുത്രനെ നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമല്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട്. ശ്രദ്ധിക്കണമേ, അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. യേശുവിനെ അംഗീകരിക്കുന്നുണ്ട് പ്രവാചകനായിട്ട്, കർത്താവായിട്ട് അംഗീകരിക്കുന്നില്ല. അപ്പൊ എതിർ ക്രിസ്തു ഇനി വരാൻ എവിടെയെങ്കിലും ഉണ്ടോ? ഇറ്റ്സ് ഓൾറെഡി ദേർ. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന്. ഇവിടെ നിറയെ പോയമാരാണിത്. ഹല്ലേലൂയ. മനസ്സിലാവുണ്ടോ? ഇനി 1 യോഹന്നാൻ 4:3 എടുത്ത് യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാകുന്നു. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. വരുമെന്നാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, അത് നിങ്ങൾ വരുമെന്ന് വിചാരിച്ചിരിക്കുക. ഇപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറയുന്നു. ഇനി എന്താ വേണ്ടേ? കൃപയാൽ നമുക്ക് സ്വർഗരായി തിരിക്കുന്നുണ്ട്. എന്റെ പ്രിയ അച്ചായ, നമുക്ക് നരകത്തിന്റെ യാതൊരു അനുഭവങ്ങളും ഉണ്ടാവാത്തത്. പ്രൈസ് ഗോഡ്. നാം പറയും ഞാൻ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന്. അത് വലിയ ബംഗ്ലാവ് തമ്പുരാൻ തന്നിട്ടല്ല.
വലിയ കൂടിയ കാറോ ബിസിനസ്സോ ജോലിയോ ദൈവം തന്നിട്ടുള്ളല്ല. അതുകൊണ്ടല്ല. ഞാൻ ചെറ്റക്കുടിലിൽ കിടന്നാലും ഒറ്റ കൊണ്ടെടുത്ത് കിടന്നാലും ഞാൻ എന്റെ കട്ടിൽ എനിക്കില്ലെങ്കിൽ ഞാൻ പറയും യേശു ക്രിസ്തു ആകുന്നവൻ എന്റെ കട്ടിലാ. ഞാൻ നിലത്ത് കിടന്നാൽ പറയും ഞാൻ ഉറങ്ങുന്നത് എന്റെ കർത്താവിന്റെ കരങ്ങളിലാ. പ്രിയപ്പെട്ടവനെ, നീയും ഞാനും പ്രതികൂലം കഷ്ടവുമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ പറയട്ടെ, നിന്നെ തന്നെയാണ് വിട്ടേക്കുന്നത്. അതിനകത്തൊരുത്തനുണ്ടെന്നേ. ഈ തീയുടെ കനം കൂട്ടുന്ന ഒരു എതിർ ക്രിസ്തുക്കൾ ഉണ്ടെങ്കിലും ഈ പ്രതികൂലങ്ങൾ നിന്നെ വാടക വരുമ്പോഴും നിനക്കെതിരെ പ്രതിവാദം പറയുമ്പോഴും നീ ഓർത്തുകൊള്ളണം, നിന്നെക്കാട്ട് ഒത്തിരി പുറകിലാ വരുന്ന ഇതിനകത്തൂടെ ദൂതികൾ കടന്നു വരും. ഞാൻ ആരുടെയും തലക്കൈ വെച്ച് പറയത്തില്ല. എന്നാൽ ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്ന ഓർത്ത് ദൈവത്തെ യോഹന്നാന്റെ സുവിശേഷം 17:3 പറഞ്ഞിട്ട് നരകം മാത്രം പറഞ്ഞാൽ പോരാ, നിത്യതയോ പറയാം. യോഹന്നാൻ 17:3 യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ തന്നെ നിത്യജീവന്റെ തുടക്കമായെന്ന് അത് ഇങ്ങോട്ട് നോക്കിയേ. നമുക്ക് അറിയാനാണോ ഭാഗ്യം കിട്ടുന്നത്? തൊട്ട് അനുഭവിക്കാനല്ലേ ഭാഗ്യം തന്നത്? എത്രയോ തവണ വരാൻ കണ്ണിന്റെ മുമ്പിൽ വന്നിട്ട് കണ്ണെ കൊള്ളാതെ പോയതിന്റെ നിന്റെ കഴിവാണോ? കാരണം ഞാൻ പറയട്ടെ, ഒരു ദൈവ പൈതലിനെ സംരക്ഷിക്കുവാൻ 1 or 2 ദൂതന്മാരെയല്ല ദൈവം ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ആയിരക്കണക്കിന് ദൂതന്മാരെ ഇറക്കി ദൈവത്തിന് വചനം അങ്ങനെ പറയുന്നത്. അതായത് നമ്മൾ ഒരാളെന്ന് പറഞ്ഞാൽ 1000 പേരെ ഉൾക്കൊള്ളുന്ന ഒരു സൈന്യമാണ്. ഒരു സൈന്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആയിരക്കണക്കിന് ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരു ബറ്റാലിയൻ, ഒരു സൈന്യം. അത്രയും ആയിരങ്ങൾ നിന്റെ ചുറ്റുമുണ്ടെന്ന് ഭയപ്പെട്ട് നീ 21 ഉപവാസം പ്രഖ്യാപിക്കുമ്പോൾ അപ്പുറത്ത് വേറൊരുത്തൻ ചിരിക്കുന്നുണ്ടെന്നുണ്ട് കേട്ടോ, കളിയായിക്കൊണ്ട്. കാരണം എന്റെ പൊന്നു കുഞ്ഞ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന തീ നീ അറിയുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് വലിയ ഉപവാസത്തിന്റെ കാര്യമില്ല. ഇതൊന്നും വചനമൊന്നും അകത്തോട്ട് കയറിയാൽ പ്രൈസ് ഗോഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു വാക്യം കൂടെ വായിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അടുത്ത ലെവലിലോട്ട് ഞാൻ പോകാൻ വേണ്ടി പോകുക. ഈ 1 യോഹന്നാൻ 2:2 എഫേസ്യർ 2:6 വാക്കെടുത്ത് വായിച്ചു. എഫേസ്യർ 2:6-7 2:6-7. ഹല്ലേലൂയ. എഫേസ്യർ 2:6-7 നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യുന്നതനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. അത് എഴുതിയെടുക്കുന്ന പിന്നാട്ടൊന്നും വായിച്ചാട്ടത്. ഞാൻ ഇതിന്റെ റെഫറൻസ് എഴുതി നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് തരാം. പ്രശ്നമില്ല. ഇപ്പൊ തൽക്കാലം എഴുതുന്നുണ്ട്, മനസ്സിലാക്കിപ്പോയാണ്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ച് വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ ഉയർത്തെഴുന്നേറ്റിരുത്തിയെന്ന്. അപ്പൊ എന്തുവാ? ഒന്നാമത് നമ്മൾ മരിക്കണം. ശരിയാണോ? നമ്മൾ മരിച്ചോ? ആന്റി മരിച്ചോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മരിച്ചോ? മരിക്കാത്തവരുടെ ഇന്ന് മരിച്ചോ? അല്ലെ മരിക്കാൻ തീരുമാനം എടുത്തോ? മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുവാ ദൈവത്തിന്റെ പ്രകാരം മരണം? അവനോടുകൂടെ മരിച്ച അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്നാനം എന്ന് പറയുന്നത് തന്നെ ഇതാ. അവനോട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന സ്ഥാനം. ഇല്ലാത്തവർ അതിനുവേണ്ടി തീരുമാനം ഹൃദയത്തിൽ എടുക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ഉള്ളവരെ ഇരുത്തിയിരിക്കുന്ന എവിടാന്നറിയാമോ? സ്വർഗരാജ്യത്തിലാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഓർക്കുമ്പോ എങ്ങനെ തുള്ളാതിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അകത്തൂന്ന് തെരതലി വന്നിരിക്കല്ലേ. അവൻ 1 തിമോത്തിയോസ് 2:4 വാക്കുകൾ എടുത്താട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ വലിയ വീട് വെക്കുന്നതാണോ? വലിയ ജോലിയിൽ കയറി വളരെ വലുതായി ജീവിക്കുന്നതാണോ? ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായി തിമോത്തിയോസ് ലേഖനത്തിൽ പറഞ്ഞു. 1 തിമോത്തിയോസ് 2:4 വാക്കുകൾ എടുത്താട്ട് അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്ന് ഇച്ഛിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന നമ്മളെ കുറിച്ച് അതേ ഉള്ളൂ കേട്ടോ. ഇന്ന് ജ്ഞാനമുണ്ട്, എല്ലാ സഭയിലും ജ്ഞാനം കിട്ടും. പരിജ്ഞാനം കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. ചാകേണ്ടത് ചാവാതെ പരിജ്ഞാനം ലഭിക്കത്തില്ല. ഞാൻ ദൈവവചനം എന്ന് പറഞ്ഞാൽ പസിൽസ് പോലെ. ചില പിള്ളേർ ഈ കൊച്ചു കുഞ്ഞിന്റെ അല്ല ഇച്ചിരി ഈ കുഞ്ഞിന്റെ ഒരു പസിൽസ് അറിയാമല്ലോ, ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ഇളക്കി പറിച്ചു കിട്ടുന്ന സാധനം. ഇത് ഞാൻ വിചാരിച്ചാൽ നടക്കത്തില്ല. കൊച്ചുങ്ങളാണെങ്കിൽ ഇതിലങ്ങോട്ട് വാരി ഇട്ട് കൊടുത്താൽ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഇത് കൂട്ടി എന്റെ മോനൊക്കെ വളരെ 5 മിനിറ്റ് 10 കൊണ്ട് കൂട്ടി 1 രൂപ ആക്കുക. ദൈവത്തിന്റെ വചനം ഇതുപോലെ തന്നെയാണ്. കുഞ്ഞുങ്ങളെ പസിൽസ് പറക്കി നിങ്ങൾ അടുത്തോട്ട് ഇട്ട് തന്നേക്കുക. ഇതുമായിട്ട് കളിക്കുന്നവൻ ജയമെടുത്തിരിക്കും. ഇതുമായിട്ട് നീ ഇരിക്കാമെങ്കിൽ നീ രക്ഷ പ്രാപിക്കുമെന്ന്. നീ ഭാഗ്യവാനായിരിക്കുമെന്ന് വചനം പറയുന്നു. ന്യായപ്രമാണം വ്യാപകർ ധ്യാനിക്കുന്ന ദൈവവൈതൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാ. അനുഗ്രഹിക്കപ്പെടുമെന്നല്ല കേട്ടോ, അവർ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ്. നിൽക്കാൻ പറ്റാത്ത കരയണം തോന്നി ഞാൻ കരഞ്ഞോണം കേട്ടോ. എനിക്കൊരു നാണക്കേടുമില്ല.
ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം പസിൽസാ. അത് അതുമായിട്ട് കളിച്ച് അതിനെ രൂപപ്പെടുത്തി എടുത്തുന്ന പകരം രാത്രികാലം ഉള്ള സമയത്തിനകത്ത് ഒരു ക്യാപ്സൂളായിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. 10 വർഷത്തോളമായി 2002 കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജലത്തിൽ അവൻ സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്ന് അന്ന് മുതൽ ഇന്ന് വരെ കൃപയാ ഞാൻ പറയട്ടെ, എനിക്ക് ഇഷ്ടം പോലെ സമയമാണ്. പിക്ക് ചെയ്യണോ, ഡ്രോപ്പ് ചെയ്യണോ, ഞാൻ എന്റെ സമയം തീരുമാനിക്കും. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതിനാൽ അടിമ ദുഃഖത്തിൽ പിന്നെയും കൂടി നമ്മളെ അടിമകളാക്കി വെക്കാൻ ഒരു പാസ്റ്റർക്കും പറ്റത്തില്ലെന്നേ, ഒരു അച്ഛന്മാർക്കും പറ്റത്തില്ലെന്നേ, ഒരു ദൈവദാസനും പറ്റത്തില്ലെന്നേ. അവൻ നമ്മൾ അടിമയായിരിക്കുന്ന ആരറിയില്ല, ദൈവത്തിന്റെ കാര്യമില്ല. അവൻ സ്വാതന്ത്ര്യത്തിനായി നമ്മെ സ്വതന്ത്രരാക്കി. ആകെ ഇനി നമ്മൾ അടിമ ദുഃഖത്തിൽ അവൻ കുടുങ്ങി പോകേണ്ടതില്ല. ദൈവത്തിന്റെ വചനം ഉള്ളിലുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വാക്യം കൂടി എടുക്കാമോ? 1 ജോൺ 4:3-4 വാക്യം. 1 ജോൺ 4:3-4 വാക്യം. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. ഗലാത്യർ 2:20 നടത്താം. ഗലാത്യർ 2:20 അത് ഓൾറെഡി നമ്മൾ വായിച്ച. ഗലാത്യർ 2:20 നടത്താം. വേറൊരാൾ എഫെസർ 3:20. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. എഫെസർ 3:20. ഹല്ലേലൂയ. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുന്നവൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പൻ ചെയ്യുന്നത് പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിന് സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ പാസ്റ്ററിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയുന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ ശുശ്രൂഷകൾ എന്താണെന്നറിയാമോ? ഡെലിവറൻസ് മീറ്റിംഗ് അല്ല കേട്ടോ, അത് ശുദ്ധ കള്ളത്തരമാണ്. ഞാൻ തുറന്നങ്ങ് പറയുക. കാരണം നമ്മളെ സംബന്ധിച്ച് കേട്ടോ, ജാതികളായിട്ട് വന്ന പുതിയ ജാതികൾ ഞാൻ പറഞ്ഞത്, ഈ കർത്താവിനെ ഈ ലെവലിൽ അറിയാത്ത ഒരു മനുഷ്യൻ കയറി വന്ന് ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് ഡെലിവറൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നവനാ, ചെയ്യുന്നവനാ. 10 വർഷം 5 വർഷം വിശ്വാസ കോളത്തിൽ നിന്നിട്ടും പിന്നെയും തലയും കൊണ്ട് പോയാറുണ്ടല്ലോ. ഹല്ലേലൂയ. നീ പ്രാപിക്കത്തിൽ നിന്ന് മാത്രമല്ല ആമീൻ കിട്ടാനുള്ള നന്മയോടെ ചിലപ്പോൾ മുടങ്ങി പോകും. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. വചനം പറയുന്നു, എന്താ ഒന്ന് വായിച്ചത്? നാം ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നവൻ, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയെ കഴിയുന്ന ഒരു കാര്യം ആലോചിച്ചോട്ടെ. ഈ ബുദ്ധി അകത്തുണ്ടെങ്കിലേ അച്ഛാ ഒരു കാര്യം ചോദിക്കും, ഒരു രോഗി ഇവിടെ കടന്നു വരട്ടെ, ഒരു 21 days ഫാസ്റ്റിംഗ് വേണ്ട ആവശ്യമുണ്ടോ? യേശുവിന്റെ നാമത്തിൽ പോ. പൗലോസ് എന്തോ ചെയ്തു? നടന്ന് ചുമ്മാ പോയതേ ഉള്ളൂ, നേരിട്ട് തട്ടി ഞങ്ങൾ സൗഖ്യമാണ്. പുള്ളി അത് പോസ്റ്ററിലും ടിവിയിലും ഒന്നും കൊടുത്തില്ല. അന്ന് ഇതൊന്നും ഇല്ലായിരുന്ന പുള്ളി എഴുതുമില്ല, എനിക്കറിയാം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, പൗലോസിൽ വ്യാപരിച്ച അതേ ശക്തിയാ ഇന്നും എന്നെ നിങ്ങൾ വ്യാപരിക്കുന്നു. എന്തുകൊണ്ടില്ല? അന്ന് വ്യാപരിച്ച അതേ ദൈവത്തിന്റെ സാന്നിധ്യം, അതേ ദൈവത്തിന്റെ ശക്തി ഇന്ന് നമ്മുടെ ആ ശിഷ്യന്മാർ വ്യാപരിച്ച അതേ ദൈവത്തിന്റെ സാന്നിധ്യം, കൂടെ നടന്നവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് എങ്കിലും നിന്നിലും വ്യാപരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ അണ്ടർസ്റ്റാൻഡിങ് നിന്റെ അകത്തുണ്ടെങ്കിലുണ്ടല്ലോ, നീ പോകുന്ന ഇടങ്ങളിൽ നിന്റെ പ്രതികൂലമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സാന്നിധ്യം നിന്റെ കൂടെ അങ്ങ് പോരുകയാണ്. രാവിലെ എണ്ണിച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ എന്നോർത്ത് കരയേണ്ട കാര്യമൊക്കെ ഉണ്ടോ? ആരാധിക്കാൻ വേണ്ടി 2 മണിക്കൂർ ആരും ഇവിടെ വരല്ലേ? അങ്ങനെയുള്ളവർ ഇന്നും ഈ പരിപാടി നിർത്തണേ. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുക 2 മണിക്കൂർ ആരാധനയല്ല, 24 മണിക്കൂറും ആരാധിക്കുന്ന ആരാധന. ദാവീദിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പെട്ടകം കണ്ട ഈ പുള്ളി നൃത്തം ചെയ്യും. പെട്ടകം എപ്പോ പുറകെ കണ്ടാൽ ഈ പുള്ളി ഇതിന്റെ മുമ്പിൽ കിടന്ന് നൃത്തം ചാടിക്കും. കാര്യം എന്താ? ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിച്ചത് ഈ പെട്ടകത്തിനകത്തായിരുന്നു. കൃപയാൽ ഈ പുതിയ നിയമത്തിന്റെ പുത്തൻ ഉടമ്പടി ഉറച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഈ പെട്ടകം ഇരിക്കുന്ന നിന്റെ പുറകിലല്ല, നിന്റെ സൈഡിലല്ല, നിന്റെ മുന്നിലും പിറകിലോ അല്ല, അത് നിന്റെ അകത്താകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ ആത്മാവുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ളവർ ആരാധിക്കും, അങ്ങനെയുള്ളവർ നിലവിളിക്കും, അങ്ങനെയുള്ളവർ ദൈവത്തെ സ്തുതിക്കും. ജഗത്തുര ജഗന ഹല്ലേലൂയ.
ദൈവത്തെ സ്തുതിക്കുകയാണ്. പെട്ടകമകത്തുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ അടുക്കളക്കകത്ത് നിൽക്കുമ്പോൾ നീ ആരാധിക്കുമെന്ന്, വണ്ടി ഓടിക്കുമ്പോൾ നീ ആരാധിക്കുമെന്ന്, അവൻ ചർച്ച വരുമ്പോഴും നീ ആരാധിക്കും, പോകുമ്പോഴും നീ ആരാധിക്കും. നീ തന്നെ ഒരു ആരാധനയായിട്ടൊക്കെ മാറുമെന്നാണ്. മനസ്സിലായോ? മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ ആരാധിക്കാനാണ് പള്ളി പോകല്ലേ, ആരാധിക്കുന്നവരുടെ കൂട്ടമാണ് ചർച്ചിലോട്ട് പോകുന്നത്. അവൻ നമുക്കൊരു ഡെലിവറൻസ് അല്ല വേണ്ടുന്നത്. നമുക്കുള്ള ആരാധനയുടെ പേര് അറിയാമോ? ഡെലിവേർഡ് മീറ്റിംഗ് എന്ന് പറയും. ഡെലിവറൻസ് ആയവരുടെ മീറ്റിംഗ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ വചനത്തിനകത്ത് ഇല്ലാത്ത ഒന്നും പറഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വേണ്ടുന്ന ഡെലിവറൻസ് മീറ്റിംഗ് അല്ല, ഡെലിവേർഡ് മീറ്റിംഗ്. പിന്നെ നാം പ്രാർത്ഥിക്കേണ്ടതിനുണ്ട് ഈ ബുദ്ധി കർത്താവേ എനിക്ക് തുറക്കണം. ഈ ബുദ്ധി തുറക്കണമെങ്കിൽ പതിൽ ചേർത്ത് കളിക്കാതെ ഈ ബുദ്ധി തുറക്കത്തില്ല. എത്ര പ്രവാചകന്മാർ വന്നിന്റെ തലേ കൈവച്ചാലും ഈ വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ ചിന്ത മതി, കർത്താവേ ഒരു സ്റ്റെപ്പ് ഞാൻ എടുക്കുന്നു, ഇന്ന് മുതൽ ഈ വചനവുമായിട്ട് ഞാൻ കളിക്കാൻ തീരുമാനിച്ചു. ആരിതിനു വേണ്ടി കളിച്ചിട്ടുണ്ട്? ആരിതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഒരു മോനെ അല്ലെങ്കിൽ സ്വന്തം പൈതലിനെ ഒരു MBBS അഡ്മിഷനോ അല്ലെങ്കിൽ വേറെ അഡ്മിഷനോ ആണെങ്കിൽ നമ്മൾ ഏറ്റവും നോക്കുന്നത് ഏറ്റവും നല്ല സ്കൂൾ ഏതാ, ഏറ്റവും നല്ല കോളേജ് ഏതാ, ഏത് രാജ്യത്താണ്, ഇതെല്ലാം നമ്മൾ അന്വേഷിക്കും. ദൈവവചനത്തിന്റെ കാര്യത്തിൽ ഇതിനൊന്നും ആർക്കും ഒരു വിലയില്ല. വേദനയോടാ പറയുന്നത്. എന്റെ ജോലിയെ കാട്ടിലും, എന്റെ ഭാര്യയെ കാട്ടിലും, എന്റെ കുഞ്ഞുങ്ങളെ കാട്ടിലും, എനിക്കുള്ള സകലത്തിനെ കാട്ടിലും ഇമ്പോർട്ടൻസ് എന്ന് വചനത്തിന് കൊടുത്തോ. എന്റെ ഭവനത്തിൽ ദൈവനെ മാനിപ്പാനിടയായി. അവൻ കടന്നു പോകുന്ന ഇടങ്ങളിൽ ഞാൻ അനുഗ്രഹമായി തീരുവാനിടയായി. എവിടെ പോയാലും ദൈവത്തിന്റെ വചനം ഓട്ടോമാറ്റിക്കായിട്ട് അവൻ വായി വരുവാനിടയായി. അവൻ ദൈവവചനം ഇരിക്കുന്ന എവിടെ അറിയാമോ? നിന്റെ നാവിലും ഹൃദയത്തിലുമാകും ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ഹൃദയത്തിൽ ദൈവത്തിന്റെ പൈതലെ ഈ വചനം വ്യാപരിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ എങ്ങും പോകണ്ട, നിന്റെ അടുത്ത ആൾക്കാർ കടന്നു വരേണ്ടതായി. ഒരാൾ എന്നോട് പറയും, കഴിഞ്ഞ ദിവസം ആരാഴ്ച ശുശ്രൂഷിച്ചപ്പോൾ ഒരാളെടുത്ത് പറഞ്ഞിങ്ങനെ, ഹല്ലേലൂയ ബ്രദറെ, ഞാൻ ചോദിക്കാനൊരു ദൈവവേദന, വലിയ വചനമൊന്നും അറിയില്ല, അങ്ങനെ ശരി നിങ്ങളുടെ കൂട്ട്, എന്നാലും എന്താ അതിന്റെ കാര്യം എന്താ? ഞാൻ ചോദിക്കുന്നു എല്ലാം അപ്പ 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 കിട്ടുമെന്ന്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ പൊന്നു പോലെ നീ മണ്ടത്തരം പറയില്ലേ. ഇസ്രായേൽ മക്കൾ ചോദിച്ചതിലും നിറച്ചതിലും അത്യന്തപരമായി അവർ കൊടുത്തില്ലയോ? 40 വർഷം ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ നടന്നില്ലയോ? അവരെ കണ്ടിട്ടുള്ളവർ പോലെ ആരെങ്കിലും ഒരാള് ഒരു നിഴലേലും കണ്ടെങ്കിൽ ഇന്നിപ്പോ അമേരിക്കയിലും പാകിസ്ഥാനിലും ആ ഫാമിൽ അവിടെ ഇവിടെ പോയി TV-ക്കകത്തോടെ നിങ്ങൾ കണ്ടനെയായിരുന്നു. അവര് കണ്ടതിന് ഒരു കൊണിശം. പകൽ നടന്നു പോകുമ്പോ ഒരു മേഘസ്തംഭം മേളിൽ തൂണിൽ നിൽക്കുമ്പോ, ഓ എന്റെ മുകളിൽ കൂടെ ഒരു മേഘസ്തംഭം ഞാൻ പോകുന്നത് കണ്ടു. 1000 ഇളക്കാൻ ഒറ്റ മതിയായിരുന്നു. അവർക്ക് ഇഷ്ടം പോലെ ദൈവം കൊടുത്തെന്ന്. മന്നയൊക്കെ കൊടുത്തപ്പോ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാം ആദ്യം. പിന്നെ അത് മടുത്തു തുടങ്ങി. ഹല്ലേലൂയ. മറി ചോദിച്ചതെല്ലാം കൊടുത്തു. ഇവരിൽ ഒറ്റ ഓർമ്മത്തിനടുത്ത് ദൈവം പ്രസാദിച്ചിരുന്ന ചോദിക്കുന്നത് കിട്ടിയില്ലെങ്കിലും ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചോദിക്കുന്നത് കിട്ടിയില്ലെങ്കിലും കർത്താവേ നീ മതി, നീ എല്ലാവരും എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് പകൽക്കാലം ജീവിക്ക്. ദൈവത്തിന്റെ ആത്മാവിനെ കൂട്ടിനായിട്ട് വരും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തോട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിപ്പീൻ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ കായ്ക്കാൻ പറ്റത്തില്ലെന്നാ. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എബ്രായർ 3:6 കൊടുക്കാം. എബ്രായർ 3:6. പെട്ടെന്ന് പോകുന്ന ആരും പ്രയാസപ്പെടേണ്ട. ഇതിന്റെ റെഫറൻസ് ഒക്കെ ഞാൻ തരാം. ഒത്തിരി റെഫറൻസുകൾ ഉണ്ടാ. എബ്രായർ 3:6. അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. വചനം പറഞ്ഞു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്നും നീ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. അവ അറിയാത്ത പ്രശ്നം. ഹല്ലേലൂയ. ദൈവം വസിക്കാഞ്ഞിട്ടല്ല, വസിക്കുന്ന അറിയാത്തതാ പ്രശ്നം. എടാ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഇവിടുത്തെ ഷേഖിന്റെ മോളെ കല്യാണം കഴിച്ചു തരാന്ന് പറഞ്ഞാൽ ആദ്യം ചെന്ന് നമ്മളെന്ത് ചോദിക്കും? എനിക്ക് എന്തോ റോയ്സ് കാർ എനിക്ക് പേര് ആ ഒരു കാർ കൂടെ തരുമോന്ന് ചോദിക്കുവായിരുന്നു. അല്ല എനിക്കൊരു 10 ലക്ഷം രൂപയും
ഈ പറഞ്ഞ കാറും പേരെന്തേലും ആയിക്കോട്ടെ, ഓൾവോയോ ഇത് വേണോ ചോദിക്കൂ. കാരണം അതറിയാം ഇതിന്റെ പാക്കേജിനകത്ത് പെടുന്നതാ. പ്രൈസ് ഗോഡ്. അപ്പൊ നിസ്സാരങ്ങൾക്ക് വേണ്ടി നിലവിളിക്കല്ലേ എന്റെ പൊന്നു സഹോദരങ്ങളെ. ഹല്ലേലൂയ. അതിലെ ഈ ലോകത്തെ നിർമ്മിച്ച അഖിലാണ്ടത്തെ നിർമ്മിച്ചവനായ ദൈവം നിന്റെ അകത്തുള്ളപ്പോ ഇല്ലാത്തതിനെ ഉളവാക്കുവാൻ നിന്റെ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിന് കഴിയുമെന്ന് ദൈവത്തിന്റെ വചനമായി ആഴങ്ങളിൽ നിന്ന് സംസാരിക്കുക. വചനം അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, വചനത്തിന്റെ വിശ്വാസത്തിന്റെ അകത്തുണ്ടെങ്കിൽ ഇല്ലാത്ത ഒന്നിനെ നിന്റെ വായ കൊണ്ട് നിനക്ക് ഉത്പാദിപ്പിക്കാമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഞാൻ പണ്ടൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങോട്ട് ശക്തമായിട്ട് വന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ റിബ്യൂക്ക് ഇറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ശാസിക്കുക. കാരണം എന്താ അറിയോ, എന്റെ പേര് ഞാൻ ഈ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അത് വിളകി പോകുന്നത്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനം പഠിപ്പാനിടയായപ്പോ, കൃപയാൽ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ചപ്പോ അവൻ ഇപ്പോഴേക്ക് മനസ്സിലായി കൂടുതൽ അലപ്പൊന്നും വേണ്ട. ദൈവത്തിന്റെ വചനം അകത്തൊന്നും നിറഞ്ഞിരുന്നാ മതി. പിന്നെ അതുപോലെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, എവിടെ പോയാലും ദൈവം എനിക്ക് ശുശ്രൂഷ ക്രമീകരിക്കും. പ്രൈസ് ഗോഡ്. എവിടെ പോയാലും ക്രമീകരിക്കും. ഞാൻ ഒരു ആലോചിക്കായിരുന്നു, മാൽഡീവ്സിൽ ഒരിക്കലും എന്നെ ഇവിടെ മുസ്ലിം കൺട്രി, എന്റെ എക്സാമ്പിൾ പറയാം. അപ്പൊ എന്നോട് ഇവിടുത്തെ എന്റെ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു, മോനെ ഇതും കൊണ്ട് പോകരുത്, അത് ഇച്ചിരി മുസ്ലിം കൺട്രി, ഫുൾ മുസ്ലിം കൺട്രി, ഇതുപോലത്തെ എല്ലാ ഇച്ചിരി വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരാണ്, പ്രശ്നമാവും, കൊണ്ടുപോകരുത്. ഞാൻ പറഞ്ഞു വേണ്ട, അവരെടുത്ത് കളഞ്ഞോട്ടെ. എടാ, മോശയ്ക്ക് കൽപ്പലയിൽ എഴുതി കൊടുത്ത ദൈവത്തിന്റെ വചനം നമ്മൾ അതിലും ഭാഗ്യമുള്ള കാര്യം എന്താ അറിയോ, നമുക്ക് എഴുതുന്നത് എവിടെ? ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതി തന്ന. എടാ, ഇന്ന് ഈ പുസ്തകം എന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും മേടിച്ച് കളഞ്ഞാലും ഈ പറയുന്ന ശുശ്രൂഷയ്ക്ക് ഒരു കുഴപ്പം പറ്റത്തില്ല. ഈ വചനത്തിനകത്ത് അകത്ത് നിറഞ്ഞത് വായി പ്രസ്താവിച്ചുകൊണ്ടേയിരിക്കും. എന്നെ കാമിപ്രൈസ് എന്റെ കഴുത്ത് കണ്ടിച്ചിടാതെ ആമിപ്രൈസ് നിർത്താൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കൃപയാൽ അവിടെ ചെന്നപ്പോ ഇതേപോലെ അത്ഭുതകരമായ അണ്ടർഗ്രൗണ്ട് മീറ്റിംഗ് ദൈവം ഒരുക്കി. ഞാൻ അതിട്ടുണ്ട് ഇതിനകത്ത് 2-3 മാസം വിളിച്ചു. അത് കഴിഞ്ഞ് അവിടെ ദൈവം വിളിച്ചു പറഞ്ഞു, ബ്രദറെ അതൊന്നെടുത്ത് മാറ്റണം യൂട്യൂബിന്, കാരണം പ്രശ്നങ്ങളാണ് ഇവിടെ, ആൾക്കാർ കംപ്ലൈന്റ്. ഞാൻ എടുത്ത് മാറ്റി 3-4 മാസം കിടന്ന് കളിച്ചു. ആയിരം ഒത്തിരി പേര് വിളിക്കുകയും ഒരുപാട് പേര് മെസ്സേജ് പറയുകയും ചെയ്തു. ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. ചൈനയിൽ പോയി ശ്രദ്ധിക്കണമേ, ഒരുപാട് രാജ്യങ്ങൾ. ഞാൻ ഒരു കാര്യം പറയാം, ഈ തൊട്ടി കൊണ്ടുവന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, കുഞ്ഞ് കളിച്ചോട്ടെ, വിട്ടല്ലേ കളിച്ചോ, അവരുടെ ലോകമല്ലേ, കളിച്ചോട്ടെ, അവരെ ഒന്നും ഒരു പ്രശ്നമില്ല. ഒരു ബക്കറ്റ് കൊണ്ട് പൈപ്പിന്റെ കീഴിൽ നമ്മൾ കൊണ്ട് വെക്കുകയാണെങ്കിൽ, സിസ്റ്ററിങ് കാണ്ടി കൊണ്ട് നോക്കണേ, ഇത് തുറന്ന് വെള്ളം വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ബക്കറ്റ് പറയും എനിക്കൊന്ന് തുളുമ്പി പോകണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് നിറഞ്ഞാൽ തുളുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം, കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യം. അപ്പൊ എന്തോ വേണ്ടുന്നത്? വെള്ളം വരണം, തുളുമ്പ അവയിലുള്ള ആയിരിക്കണം, ഒന്ന് കീഴി പോയി ഇരുന്ന് കൊടുക്കണം. ഇന്നെങ്ങനെയാ ഒരു വാക്യം കിട്ടി അതുകൊണ്ട് ഓട്ടോ. എന്നെ പോലെ വേണേ പറയാം, അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ വിചാരം. ഒരു വാക്യമുള്ള ആ വാക്യത്തിൽ വിശ്വസ്തനാ കാണിക്കുക, ഇനി അധികത്തിൽ ദൈവം വിചാരങ്ങൾ. ദൈവത്തിന്റെ വിശ്വസ്തത. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ഇതോടുകൂടെ ഈ ജാതികൾ അന്വേഷിക്കുന്നു. ഒക്കെ ഏതൊക്കെ ഈ ജാതികൾ അന്വേഷിക്കുന്നത്? ആരോഗ്യം, സൗന്ദര്യം, സമ്പത്ത്, സമാധാനം, ഇതെല്ലാം ജാതികൾ അന്വേഷിക്കുന്നതാ. നമ്മളെ സംബന്ധിച്ചൊന്നും ഇടയ്ക്കൂടെ സംശയമുള്ളവർ മാത്രം തുറന്നു നീ നോക്കി കണ്ടാ മതി. നിന്നെ അനുഭവിക്കുക. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടർന്ന് വന്നോളൂന്ന്. ഇത് മനസ്സിലാക്കാതെ ആരെങ്കിലും ഇതിന് ഇടയ്ക്കൂടെ തിരിഞ്ഞു നോക്കി ഇത് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ ഭാര്യയുടെ അവസ്ഥ ഉണ്ടായിരിക്കും ചിലപ്പോൾ. ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ, ഇത് വരുമെന്നുള്ളത് നിശ്ചയമാണ്. വന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ പരിപാടിയല്ല. ആരെങ്കിലും ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് വന്നോ വന്നില്ലയോ നമ്മുടെ പ്രശ്നമല്ല. ദൈവം വിശ്വസ്തന, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. ഞാൻ നിങ്ങൾ എത്രയോ പ്രാവശ്യം ഈ വാക്ക് മാറ്റി കളഞ്ഞുതരാം. കൃപയാ നിലനിർത്തുകല്ലേ. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കല്ലേ, ഇത് വന്നോളൂ. വന്നോ ഇല്ലയോ തിരിഞ്ഞു നോക്കല്ലേ. ദൈവമക്കളെ ശബ്ദം കൊണ്ട് തിരിച്ചറിയണം. ദൈവത്തെ ശബ്ദം കൊണ്ട് തിരിച്ചറിയണം. വചനം എന്ന് പറഞ്ഞാൽ എന്തുവാ? വചനം എങ്ങനെ കേൾക്കുന്നു? ദൈവത്തിന്റെ വചനം ഇരുവായുത്തലുള്ള വാളെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇത് വചനം വിശ്വാസം കേൾവിയാലുണ്ട്. അപ്പൊ കേൾവിയാൽ മാത്രമേ ദൈവത്തിന്റെ വചനം കിട്ടത്തുള്ളൂ. കേൾവിയില്ലാത്തവർക്ക് വചനം കിട്ടത്തില്ല. വായിച്ചാൽ വചനം കിട്ടത്തില്ലെന്നേ. അപ്പൊ വിശ്വാസം കേൾവിയാൽ തന്നെ വരത്തുള്ളൂ. അപ്പൊ ശബ്ദം കൊണ്ട് വേണം ദൈവമക്കളെ തിരിച്ചറിയാൻ. എക്സാമ്പിൾ ഞാൻ പറയാം. ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടതായ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ മറിയക്ക് കഴിഞ്ഞില്ല. ആദ്യം അവർക്ക് തോന്നി എന്തുവാ? ഒരു തോട്ടക്കാരനെ പോലെ തോന്നിയത്. വായിച്ചിട്ടുണ്ടോ? തോട്ടക്കാരനെ പോലെ തോന്നിയത്. അടുത്ത നിമിഷം ഒരു വിളി വന്നു, മറിയേ. ഒരു വാക്ക്, മറിയേ. അവർക്ക് മനസ്സിലായി ഇതെന്റെ ഉദരത്തുനിന്ന് പുറപ്പെട്ട അബ്രഹാമിന് മുന്നമേ ഉള്ളവനായ ഒരു ദൈവം. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി. ഇത് തിരിച്ചു വിളിച്ചൊരു പേരുണ്ട്, റബ്ബുനി.
മോനെ നാം വിളിച്ചത് അവൻ ക്രൂശിക്കപ്പെട്ടു ഉയർത്തി തേജസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തുവാണെന്നൊരു മനസ്സിലായിട്ട് ഈ ശബ്ദം കൊണ്ട് ഒറ്റ ശബ്ദം കൊണ്ട് മനസ്സിലായി. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ പറയട്ടെ, ശബ്ദം കൊണ്ട് തിരിച്ചറിയണം അകത്ത് ദൈവം ഇതാണോ ദൈവമാണോ എന്ന്. അതാ ഡിസേണിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ കടന്നു വരുന്ന ആളിനെ പ്രവാചകനാണോ കള്ളപ്രവാചകനാണോ എന്ന് പറയുന്നതല്ല. ദൈവത്തിന്റെ വചനം കൊണ്ട് വിവേചിക്കുന്ന അതറിയാവും ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അങ്ങനെയെങ്കിൽ പറയട്ടെ, ഇന്ന് ഒരിക്കൽ കൂടെ പറയാം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 24-25 വാക്കുകൾ വായിച്ചിട്ട്. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 24-25 വാക്യം. ഹല്ലേലൂയ. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ കൈപ്പണിയായ ക്ഷേത്രത്തിൽ മാത്രമല്ല, കൈപ്പണിയായ ചർച്ചിലും വസിക്കുന്നില്ല. പഴയ നിയമം പുതിയ നമ്മളെ വ്യത്യാസം അറിയാവോ? പഴയ നിയമത്തിൽ ദൈവം ആരാധിപ്പാൻ മണ്ണുകൊണ്ട്, പുറപ്പാട് പുസ്തകത്തിൽ കാണിച്ചത്, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ് തോന്നുന്നു, മണ്ണുകൊണ്ട് അവൻ എടുക്കണ്ട ആ ദേവാലയം ഉണ്ടാക്കി എഴുതി വെച്ചിരിക്കുന്നത്. മണ്ണുകൊണ്ട് അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? മണ്ണുകൊണ്ട് ഒരു ദേവാലയം ഉണ്ടാക്കി. മണ്ണുകൊണ്ട് എസ്രേൽ ദേവാലയം മണ്ണുണ്ടല്ലോ ഉണ്ടാക്കി. പുതിയ നിയമത്തിലും അതേ ദേവാലയം തന്നെ മണ്ണുകൊണ്ട്. ആ മണ്ണ് ഏതാ? ശരീരമാകുന്ന മണ്ണ് കർത്താവ് ഉണ്ടാക്കിയത് വേറൊന്നിനു വേണ്ടിയല്ല. മുന്നമേ കണ്ട ഈ മൺകൂടാരത്തെ പണിഞ്ഞ് ഒരു ദേവാലയം അവന്റെ അകത്ത് 24 മണിക്കൂറും ആർക്കും ആ ഉത്സവത്തിന്റെ തിമർപ്പുമുള്ള ഒരു ദേവാലയമായിട്ട് നമ്മെ പണിഞ്ഞിരിക്കുന്നത്. എത്ര ശ്രേഷ്ഠതാണ് ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. എത്ര ശ്രേഷ്ഠമാണ് ഇത്. കിട്ടിയ ഒരു മനുഷ്യനെ പിന്നെ വിടത്തില്ല കേട്ടോ. ഇത് വിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ തിരിച്ചു വരാൻ പ്രയാസം. അതിനങ്ങനെ എഴുതിയേക്കും. ഒരിക്കൽ ഇതിനെ അറിഞ്ഞതിന് ശേഷം മടങ്ങിപ്പോയാൽ കിട്ടാൻ പ്രയാസം. തെറ്റ് പറ്റാം, കുഴപ്പമില്ല. കാരണം അപ്പനും മകനും എന്നുള്ള ഇപ്പൊ ഞാൻ പറയും, ആ കുഞ്ഞ് 6 മോനെ, ആ കുഞ്ഞ് പാർശ്വ, ഈ കുഞ്ഞ് കാണിക്കുന്ന തെറ്റുകളെല്ലാം ക്ഷമിക്കാൻ പുള്ളിക്കാരൻ തയ്യാറാണ്. കാരണം എന്താ? രക്തത്തിൽ പിറന്നുപോയി. ലംഘനം ക്ഷമിച്ചും പാപത്തെ മറിച്ചും ലംഘനവും പാപം ഇല്ലാഞ്ഞിട്ടല്ലെന്ന് ഉണ്ട്. ഈ പറയുന്ന വിനോയ്ക്ക് ഒരുപാട് പാപങ്ങളുണ്ട്, കല്ലെറിയത്തക്ക പാപങ്ങളുണ്ട്. എന്നാൽ പാപം ഉള്ളിടത്ത് കൃപയും കൂടെ പരിവുമല്ലോ. ഹല്ലേലൂയ. പാപം ഉള്ളിടത്ത് എന്നാൽ ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയി ആരും കാണരുത്. ഒരു നാളും ചെയ്യുന്ന എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ വീണ് പോകുന്നത് നിലംപരിചാണല്ലോ. നീതിമാൻ വീണാലും നിലംപരിയായി പോകത്തില്ല, എഴുതി വെച്ചിട്ടുള്ളതാ. അതുകൊണ്ട് അപ്പനും മോനും എന്നുള്ള ആ ഒരു റിലേഷൻ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്ഷമിക്കപ്പെടുന്ന പാവങ്ങളാ, ക്ഷമിക്കപ്പെടുന്ന തെറ്റുകളാ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ചില ഡിസിഷൻസ് ഒക്കെ എടുക്കും. ജാനുവരി 1-ാം തീയതി ഞാൻ രാവിലെ ഇനിയും തൊട്ട് ഞാൻ കള്ളം പറയത്തില്ല. 2 ദിവസമൊക്കെ പിടിച്ചു, 3-ാം ദിവസം കള്ളം പറയും. ചില കള്ളൂടെ എത്തുന്ന പോലെ ഇന്ന് പോലെ ഞാൻ സിഗരറ്റ് ഫ്രീക്കത്തില്ല. എന്റെ പൊന്നു കുഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഒട്ടം പോയി ചെയ്തത്. 2014 വർഷം മുമ്പ് എനിക്ക് നിനക്കും വേണ്ടി ചെയ്തതേ നീ ചെയ്ത് നീ തമ്പുരാനെ പ്രീണിപ്പെടുത്തേണ്ടാവും. വിശ്വാസം കൊണ്ട് ഏറ്റെടുത്താൽ മതിയാ. എത്ര സുഖകരമാണെന്നറിയാമോ? ഒരിടത്തൊന്നിരുന്ന് കർത്താവേ ഈ കേട്ട വചനത്തിനായി സ്തോത്രം. അതനുസരിച്ച് ഇനി നിങ്ങൾ വചനം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുന്നത് എന്നെ വിളിച്ചൊന്ന് ഇൻഫോം ചെയ്ത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരാം. ഉറപ്പോടാ പറയുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് പാസ്റ്റേഴ്സിനെയാണ്. കാരണം ഇവർ മാനസാന്തരപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിൽ വന്നുണ്ടല്ലോ, നമ്മുടെ സഭയുടെ അനുഭവങ്ങൾ മാറിപ്പരും. പ്രൈസ് ഗോഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമീൻ, ആമീൻ, ആമീൻ. ഇന്ന് സംഭവിക്കുന്നത് മർത്തോമയുടെ കുഴിയിൽ നിന്ന് ചാടി പെന്തക്കോസിന്റെ കുഴി വന്ന് അവിടെ കിടക്കുക. പിന്നെ അവിടെ നിന്ന് പോയി എഴുന്നേറ്റില്ല. കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ടു. ആദ്യം അവിടെ പൗലോസ് എനിക്ക് സാക്ഷ്യത ശാന്തത്തെ കുറിച്ചോ മാനസാന്തരത്തെ കുറിച്ചൊന്നും പറയാം. എനിക്ക് ക്രിസ്തുവിന്റെ വചനം, ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പുകഴാനൊന്നുമില്ല, പ്രശംസയാണെന്നോ. ക്രിസ്തുവിന്റെ ക്രൂശിൽ അഹങ്കരിക്കുന്ന എത്ര പേരുണ്ട്? ഞാനുണ്ട്. ഞാനൊന്ന് കേട്ടെ, അച്ഛാ അങ്കിളിന്റെ എന്തൊക്കെയല്ലോ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് മോൻ അറിയത്തില്ലല്ലോ. ചെറുപ്രായത്തിൽ അറിയുന്നൊരു സമയത്ത് അവന്റെ ഒരു നടപ്പുണ്ട്. എന്റെ അപ്പൻ ആരാന്ന് ചിന്തിക്കുന്നത്. ഞാൻ ഒരു ഭൗതിക നന്മയുടെ വിഷയത്തിൽ വെച്ച് പറഞ്ഞെങ്കിൽ തന്നെ തെറ്റിദ്ധരിക്കണ്ട. ഇതുപോലായിരിക്കണം ദൈവമക്കൾ. നമ്മുടെ അപ്പൻ ആരാ? ഇലാണ്ടൊക്കെ നിർമ്മിച്ചവൻ. അവനൊരു മനുഷ്യൻ. ഞാനൊന്ന് പറയട്ടെ, അവൻ ദൈവപുത്രനായി ഭൂമിയിൽ താഴ്ന്നിറങ്ങി വന്നത് ദൈവപുത്രന്മാരെ വിളിക്കുകയാണെങ്കിൽ മക്കളെ വിടിയിട്ടാണെങ്കിൽ എന്തുകൊണ്ട് ദൈവമക്കൾക്ക് വിശ്വാസത്താൽ ദൈവഭക്തനായിക്കൂടാ? ഹല്ലേലൂയ. അവൻ താൻ ഭൂമിയിൽ മനുഷ്യപുത്രനായെങ്കിൽ അവൻ വിശ്വാസത്താൽ നമുക്ക് ദൈവമക്കളായി തീരുവാൻ അവൻ ഭാഗ്യം തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ കൊണ്ട് ഞാൻ അത് നിർത്താൻ പോകുക, എല്ലാം സമയം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു ഒരു എറ്റേണൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് മരണശേഷമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഒന്ന് ഞാൻ പറയട്ടെ, മരണം മാത്രമേ ഉള്ളായിരുന്നു. നിങ്ങളോട് ശ്രദ്ധിക്കണം ആന്റി, മരണം മാത്രമേ ഉള്ളായിരുന്നു സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഏക വഴിയെങ്കിൽ. പ്രൈസ് ഗോഡ്. പിന്നെ എന്തിനാ മരിക്കുമ്പോ പേടിക്കുന്ന മനുഷ്യൻ? മരിക്കാൻ പോകുന്ന പറയുമ്പോ പേടിക്കുന്നതിനാ? പ്രൈസ് ഗോഡ്. കർത്താവ് വന്ന് മരണം കൊണ്ടുവരാനല്ലെന്ന്.
ജീവൻ തരുവാനും സമൃദ്ധിയായി ജീവൻ തരുവാനും. ഓ, മരണം എതിരാണ്, സ്വർഗത്തിനെതിരാണെന്ന് സംശയമുണ്ട്. വായിക്കുക, യെഹെസ്കേൽ ലേഖനം എടുത്ത് വായിച്ച സംശയമുള്ളവർക്ക് ഇന്ന് മാറണം. ഹല്ലേലൂയ. യെഹെസ്കേൽ ലേഖനം യെഹെസ്കേൽ പ്രവചനത്തിന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 31 വാക്യം എടുത്താൽ. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 31 വാക്യം. ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളയുവൻ. നിങ്ങൾക്കൊരു പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും തരും. എന്താണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്താ ഇതൊക്കെ വിശ്വസിക്കാനുള്ള ഒരു കൃപയ്ക്ക്. ഹല്ലേലൂയ. ഇനി വായിച്ചു. പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചോടുവിൻ. ഇസ്രായേൽ ഗ്രഹമേ നിങ്ങൾ എന്തോത്തിന് മരിക്കുന്നെന്നോ? മനസ്സിലായോ? നിങ്ങൾ എന്തിനാ മരിക്കുന്നതെന്ന്? അടുത്തത് മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല, മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ലെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അടുത്തത് ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചോളൂ. നിങ്ങളൊന്നും മനം തിരിഞ്ഞാൽ മതി. ഇപ്പോഴുള്ള വിശ്വാസം ഒന്ന് മാറ്റി കളഞ്ഞിട്ട് ഒറിജിനലായിട്ട് വചനം എന്തെന്ന് എഴുതിയേക്കും അതുകൊണ്ടൊന്ന് മനസ്സ് തിരിഞ്ഞാൽ മതി. ഞാൻ നിങ്ങളെ ജീവിപ്പിക്കുന്നത്. ഹല്ലേലൂയ. മരിക്കാൻ കിടക്കുന്ന ഒരു അപ്പച്ചന് മുമ്പിൽ പോയി പ്രാർത്ഥിക്കല്ല വേണ്ടുന്നത്. ദൈവത്തിന്റെ വചനം അങ്ങോട്ട് കയറ്റി കൊടുത്താൽ മതി. അതിനകത്ത് വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ വിടുതലെടുത്തിരിക്കും. പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ തെറ്റിദ്ധരിക്കരുത്. പ്രാർത്ഥനയെക്കാട്ടില്ല ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വചനമായി അവന്റെ അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ടാണ് സൗഖ്യം വരുന്നത്. നിന്റെ പ്രാർത്ഥനയുടെ മിടുക്കല്ല. ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തലേ കൈവച്ചോ അല്ലാതെ ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവത്തിന്റെ വചനമായി പരിണമിച്ച് അത് വിശ്വാസമായി പരിണമിക്കുന്നതുകൊണ്ടാണ് അവർക്ക് വിടുതൽ കിട്ടുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ റോമ ലേഖനം 8-ാം അധ്യായം 5-6 വായിച്ച് ഒറ്റ വാക്യം. ജഡത്തിന്റെ ചിന്തയോ അത് വായിച്ച റോമർ 8-5 മുതൽ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം. മതി. ജഡത്തിന്റെ ചിന്ത മരണം. ശ്രദ്ധിക്കണേ. അച്ഛാ, നമ്മള് പോയി കുടുംബക്കാരുടെ കെട്ടാറുണ്ടോ? ആരെങ്കിലും കെട്ടുന്നുണ്ടോ? ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇപ്പോഴേ അങ്ങ് ചാകുന്നതല്ലേ? കുടുംബക്കാരുടെ കെട്ടിയിടുന്നവരെ വലിയ പേരും പ്രശസ്തിയൊക്കെ വചനം എഴുതി വെച്ചിരിക്കുന്നു. വായിച്ച്. ജഡത്തിന്റെ ചിന്തയോ മരണം. ഒന്നുകൂടെ വായിച്ച്. ജഡസ്വഭാവമുള്ളവരാ കാണിക്കുന്ന ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അടുത്തത് ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും. ആത്മാവുള്ളവർ പറയും ജീവന്റെ കാര്യം എടുത്തുള്ളൂ. ഇന്ന് പലരും ഇത് വിട്ടിങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ഒരു വേർപെട്ട ആരാധനയ്ക്ക് വരുമ്പോഴേ എവിടെ കുഴിച്ചിടുന്നത്? നിങ്ങൾക്ക് എവിടെയെങ്കിലും ശവക്കാരുണ്ടോ? അപ്പോഴത്തേക്കും കൃപയുള്ള പാസ്റ്റർമാർ പറഞ്ഞു എന്തുവാ ഉണ്ടാച്ചായ ഞങ്ങൾ 2 ഏക്കർ മേടിച്ചിട്ടുണ്ട്. ദൈവമേ, കഷ്ടമേ. എന്തിനാണെന്നറിയാമോ? ഇപ്പമാരെ സന്തോഷിപ്പിക്കാനാ. പോകുന്നൊരു പൊക്കോട്ടെന്നേ. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് വേണം നിങ്ങളുടെ പൊക്കോ. രമന രേഖന ശാന്തന ആമി. കർത്താവ് എന്താ പറയാ? ശിഷ്യന്മാരുടെ നോക്കിയിട്ട് നിങ്ങൾക്കും വേണേ പൊക്കോന്ന് അമ്മാരുടെ കൂടെ. എത്ര ശക്തമാണെന്നറിയാമോ? പറഞ്ഞ എന്തുവാ? നിത്യജീവന്റെ വഴി നിന്നിലുണ്ടല്ലോ. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോവാനാ? ഹല്ലേലൂയ. എങ്ങോട്ട് പോവാനാ? നീ നിത്യജീവന്റെ വഴി ഇരിക്കുന്ന ഒറ്റ വഴിയുള്ളൂ. അത് പറഞ്ഞു ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവനുമാകുന്നു. ദൈവം ഒരേ ഒരു മനുഷ്യനെ, ഒരേ ഒരു ദൈവമേ ഭൂമിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അത് നസ്രയനായ യേശു ക്രിസ്തു ആകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദിമകാലത്ത് ആരെയും മഹർഷിമാർ ചിന്തിച്ചാണെന്ന് ഇതാ. ഏതാ സത്യം? ഏതാ ജീവൻ? ഏതാ വഴി? വഴി, സത്യം, ജീവൻ ഏതാ? അമ്മ ചിന്തിച്ചാണെന്നതാ. പുറ്റ് കയറിയിട്ട് ചത്തുപോയെന്നല്ലാണ്ട് വെളിപ്പെട്ട് കിട്ടിയില്ല. കൃപയാൽ പറഞ്ഞു ഞാൻ തന്നെ അത്. ഹല്ലേലൂയ. ഞാൻ തന്നെ അതെന്നേ. ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം ഇതുകൊണ്ടാണ് ഇവിടെ വന്നത്. അല്ല 250 260 എത്ര പേരെ കൂടുതൽ ഒരു ഇന്ന് വചന സൂക്ഷ ഉള്ളതാ. വിളിച്ചതാ, കാലെ പിടിച്ച് വിളിച്ചതാ. പ്രൈസ് ഗോഡ്. 10-15 മിനിറ്റ് കൊണ്ട് ഇത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് വചനം ആഗ്രഹിക്കുന്ന 2 പേരുണ്ട്. പ്രിയ ബ്രദറെ, ബുധനാഴ്ച വൈകുന്നേരം ഞാനുണ്ട്. രാത്രി ഉറങ്ങാതെ ഞാൻ വന്നിരുന്നു പറഞ്ഞു. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ. പോകുന്നിടത്തെല്ലാം എനിക്ക് ഇതേ ഒറ്റ കാര്യമുള്ളൂ. വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെട്ട് കിട്ടി. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആമേൻ, ആ പരിജ്ഞാനത്തിൽ തികവുള്ളവരായി തീരുവാൻ. ഹല്ലേലൂയ. ഇനി മേലാൽ ഇമ്മച്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ വായിൽ നിന്ന് വരല്ലേ. ഒരിക്കൽ കേട്ടതാണ്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞു ഒരു നിത്യരാജ്യം വെളിപ്പെട്ട് കഴിഞ്ഞു, നരകവും വെളിപ്പെട്ട് കഴിഞ്ഞു. ഞാൻ ഒന്ന് പറയാം. നിത്യരാജ്യമില്ലാത്ത രാജ്യത്തിൽ താമസിക്കുന്നവർക്കല്ലാത്തവർക്കെല്ലാം നരകം കേട്ടോ. അത് ഇവിടുത്തെ ഷെയ്ഖ് ആയിക്കോട്ടെ, കർത്താവിന് വെളിപ്പെട്ട് കിട്ടാത്തവർക്ക് നരക ജീവിതം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഉണ്ട് അവർക്ക്. സ്വർഗത്തിലല്ല ജീവിക്കുന്നത് കേട്ടോ.
സ്വർഗത്തിൽ ജീവിക്കാൻ ഭാഗ്യം നമുക്കാ. ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലെങ്കിൽ മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിച്ചാൽ ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്നവരുടെ സന്തോഷ അവസ്ഥയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതെല്ലാം മനുഷ്യർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് ഉണ്ടെങ്കിലും സന്തോഷിക്കും, ഇല്ലേലും സന്തോഷിക്കും. ജോലി ഉണ്ടെങ്കിലും സന്തോഷിക്കും, ഇല്ലേലും സന്തോഷിക്കും. വിസ ക്യാൻസൽ ആയാലും സന്തോഷിക്കും, വിസ അടിച്ചാലും സന്തോഷിക്കും. എല്ലാം ഇപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ദൈവത്തിന്റെ വചനമാ. സന്തോഷിക്കാൻ കഴിയുന്നില്ല ഒറ്റ കാര്യമുള്ള. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഈ സ്വർഗരാജ്യത്തിനകത്ത് വന്നിട്ടും ഇതിന് നന്മ അനുഭവിക്കാൻ പറ്റാത്ത കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട്. അതിലോട്ട് വരുമ്പോൾ അല്പം നീറ്റിലുണ്ടാവും, മാറിക്കോണം. ഈ കൊച്ചു കുഞ്ഞിന്റെ അപ്പൻ പാസ്റ്റർ ആണല്ലോ. ആ കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് അപ്പന്റെ വണ്ടിക്കോ വീടിനോ സ്വത്തിനോ എന്തെങ്കിലും അതിനറിയാവോ? ഒന്ന് ആലോചിക്കുക. നീ കളിച്ചെടുക്കുക. അത് ഞാൻ കിട്ടുന്ന ആ അപ്പനെ മോനെ നിന്റെ മെഴ്സിഡസ് കാർ മേടിച്ചിട്ടുണ്ട് കേട്ടോ, കാർ കൊടുത്താൽ എന്ത് ചെയ്യും? അവനൊരു ഭാവ വ്യത്യാസവും ഇല്ല. കാരണം അവൻ ഇത് കൊണ്ടില്ല, അതൊരു പ്രയോജനമില്ല. ഒരു കുഞ്ഞു കാര്യം ഇട്ടാൻ കിടന്ന കാര്യം. ഒരു കുഞ്ഞു കാര്യം അത്രേ ഉള്ള ആഗ്രഹം. കാര്യം എന്താ കാര്യം? നിങ്ങൾ ചിന്തിച്ച് ഈ അവസ്ഥയാണ് നമുക്ക്. ഇത് മാറണം, ഇത് മാറണം. അടുത്ത ലെവലിലോട്ട് ദൈവത്തിന്റെ ആത്മാ നിങ്ങളെ കൊണ്ടുപോകാൻ പോവാ. ഞാൻ പോയിടത്തെല്ലാം ഈ വിടുതലിന്റെ വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. പല സഭകൾക്കകത്തും, പല കുടുംബങ്ങൾക്കകത്തും, പല വ്യക്തി ജീവിതങ്ങളിടയിലും ഇത് കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഇത് അന്ത്യനാഴികയാകയാൽ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഹല്ലേലൂയ. കാരണം ഇത് അന്ത്യനാൾ. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത വാക്യത്തിലൂടെ പോകാൻ പെട്ടെന്ന്. റോമാലേഖനം 10:7 റോമർ 10:7. മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കുക. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിലിറങ്ങും എന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. സ്വർഗരാജ്യോടായിരിക്കുന്നേ വായിലും ഹൃദയത്തിലും. ഇതിന്റെ വാ പൂട്ടി വെച്ചാലുണ്ട് സ്വർഗരാജ്യം വെളിപ്പെട്ടു. ഹൃദയത്തിൽ നിറഞ്ഞില്ലെങ്കിലുണ്ട്. ഹൃദയത്തിൽ നിറയുന്നതല്ലേ വായി പ്രസ്താവിക്കുന്നത്. ഇന്ന് പകരാത്രിക്കാർ ഒന്ന് നിറയണം. പത്രോസിന്റെ ഒറ്റ പ്രസംഗം മതിയായിരുന്നു 3000 എണ്ണത്തെ രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തുവാൻ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ചിലത് ഇന്ന് രാത്രിക്കാലം ഇവിടെ വെച്ച് തീരുമാനമെടുക്കാൻ പോകും. ഇന്ന് രാത്രിക്കാർ നിന്റെ ജീവിതത്തിൽ വിടുതൽ ദിവസമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനത്തോടെ ആഴത്തിൽ നാം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. Thank you, Jesus. Hallelujah. ഇത് ഹൃദയത്തില. അതുകൊണ്ട് എന്നെ ഇറക്കണമെന്ന് കയറ്റണമെന്ന് വിചാരിച്ച് പാതാളത്തിൽ പോകരുത്. ഞാൻ ഇരിക്കുന്ന സ്വർഗത്തിലാണെന്ന് സ്വർഗത്തിലും കയറരുത്. ആമൻ ഈ ദൈവദാസന്റെ അടുത്തരുന്ന് വിചാരിച്ച് അങ്ങോട്ട് ഓടരുത്. ആമൻ അവിടെയാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഓടരുത്. നീ ഇരിക്കുന്ന ഇടത്ത് തന്നെ ഈ സ്വർഗരാജ്യം വെളിപ്പെട്ടിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20-21 വാക്യം വായിക്കും മനസ്സിലാകും ദൈവരാജ്യം എവിടെയാണെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 20-21. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന്. ഇത് ചോദിക്കുന്ന ആരാന്നറിയാമോ? പരീശന്മാരാ. പലപ്പോഴും നമ്മളും ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കണം. അപ്പൊ ഏത് ആത്മാവാണ് നമ്മൾ വ്യാപരിക്കുന്നത്? ഓർത്തോണം, ഞാൻ പറയുന്നില്ല അത്. വായിച്ചാട്ടെ. ദൈവരാജ്യം കാണത്തക്കോണമല്ല വരുന്നത്. ദൈവരാജ്യം ആരും കാണത്തില്ല. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. പുതിയ ഇത് പണ്ടേ എഴുതി വെച്ചേക്കുന്നതാ. വെളിപ്പെട്ട് കിട്ടാൻ ഇപ്പൊ നമ്മുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റം തന്നെ. കാരണം നമ്മൾ ഇതിന് സമയം കൊടുത്തിട്ടില്ലെന്നേ. ദൈവരാജ്യം കാണത്തക്കവണ്ണം അല്ല വരുന്നതെന്ന് വ്യക്തമായിട്ട് ദൈവത്തിന് വചനം പറയുക. ഈ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളവർ ദൈവരാജ്യത്തിനകത്താണെന്ന്. ഇനി ഒരു ദൈവരാജ്യം വേണ്ടി കാത്തിരിക്കുകയാണ്. കൃപ. ഞാൻ പറയട്ടെ, ഒരു ഒറ്റ എക്സാമ്പിൾ. ചെല്ലാതെ അങ്ങ് കാത്തിരിപ്പ് യോഗം നടത്തും. മണിക്കൂറുകളും ദിവസങ്ങളും രാത്രിയും പകലും ഇല്ലാതെ കാത്തിരിപ്പ് യോഗം നടത്തും. പ്രൈസ് ഗോഡ്. ഈ അച്ചായൻ ഈ അങ്കിൾ പുറത്തുനിന്ന് അകത്തോട്ട് വരുമ്പോ, വെളിയിൽ നിന്ന് മുട്ട് കേൾക്കുമ്പോൾ ക്ഷീണിച്ച് വരുമ്പോ, ആന്റി ഇവിടുന്ന് കിടത്തി ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ അതിനകത്തോട് നോക്കുവാരാണ് അങ്കിളാണ്. തുറന്നു കൊടുത്തും കയറി വരും. മുടി ചെയ്യാൻ പോകത്തില്ല, ഷോൾ എടുത്തിടാൻ പോകത്തില്ല, കണ്ണെഴുതാൻ പോകത്തില്ല, ഒന്നും. കൂടെ ഞാനും ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇച്ചിരി കഴിഞ്ഞാൽ തുറക്കത്തുള്ളൂ, ഒരുങ്ങിയേ വരത്തുള്ളൂ. അച്ഛൻ തന്നെ വരുന്നെങ്കിൽ ഒരുക്കത്തെ ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കർത്താവ് വരാൻ നോക്കിയിരിക്കാനേ. ഓൾറെഡി നമുക്ക് കിട്ടിയവരാണെന്നേ. പ്രൈസ് ഗോഡ്. ഏത് നിലവാരത്തിലും നിനക്കുള്ളതിനെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്തുണ്ടെന്ന് അത് ഉള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇല്ലാത്തവർ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് മടങ്ങി പോകണം. ഓരോരുത്തർ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആകാശത്ത് വരും. എന്തോ പറയുന്നേ?
കാഹളനാദം ജ്വലിക്കും. അതിനെക്കൂടി ഞാൻ പറയാം. അതിലോട്ട് പറഞ്ഞാൽ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആയിപ്പോ. നിങ്ങൾ ഇത്ര ഉറച്ചെങ്കിൽ മാത്രമേ അടുത്ത കട്ട എടുത്ത് എനിക്ക് വെക്കാനൊക്കെ ഞാൻ പറയട്ടെ. അതുകൊണ്ടാ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടാത്ത ഭവനങ്ങളെല്ലാം ഇളകിപ്പോകുന്നതാ. അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാറ്റ് വന്ന് മഴ വന്നാൽ ഇളകിപ്പോകുന്നതാ. ഒന്നാമത്തെ കല്ലെടുത്ത് അങ്ങോട്ട് ക്രിസ്തു, അതിന്റെ മേളിൽ വേർന്നിട്ട് പരിശുദ്ധാത്മാവ്, അതിന്റെ മുകളിൽ വേർന്നിട്ട് അടുത്ത വചനം, ഇങ്ങനെ പണിഞ്ഞൊരു ലെവലിൽ എത്തുന്നവർക്ക് അടുത്തത് പറയാൻ മനസ്സിലായി. ഇല്ലെങ്കിൽ അടുത്ത ശരിയായില്ലെങ്കിൽ ഉണ്ടല്ലോ മുകളിലോട്ട് എടുത്ത് വെക്കുമ്പോ എല്ലാം ഒഴിക്കുന്നു. ഓ, ഇതൊക്കെ കള്ളപരിപാടി. ഓ, പ്രൈസ് ഗോഡ്. നിങ്ങളാരും ഒരു 10 പൈസ പോലും എനിക്ക് തരല്ലേ. സന്തോഷം കൊണ്ട് പറയുക, ഒരു 10 പൈസ നിങ്ങൾ എനിക്ക് തരല്ലേ. കാര്യം ദൈവത്തിന്റെ വചനം സത്യമായി വിളിച്ചു പറയുക. കൈ നിറച്ച് പൈസ ഇതൊന്നും അധികം വിട്ടു. കൃപയാ, ഹല്ലേലൂയ. പല അനുഭവങ്ങളായിരിക്കാം. ഞാൻ പക്ഷെ ഇതിനകത്തല്ല സന്തോഷിക്കുന്നു. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ, പങ്കുവെക്കുവാൻ, ആത്മാവിനെ വാക്കുകൊണ്ട് മനസ്സിലാക്കുന്ന ദൈവമക്കളുടെ കൂടെ ആയിരിക്കാം. നിങ്ങളുടെ ആക്കിയ കൃപയ്ക്കായും ദൈവത്തെ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു വാക്യം കൂടെ വായിച്ചു. ഫസ്റ്റ് ജോൺ 4:15. ഫസ്റ്റ് ജോൺ 4:15. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. മനസ്സിലാവുന്നു നിങ്ങൾ ഒന്നുകൂടെ വായിച്ചത്. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ ഞാൻ ഈ പറഞ്ഞത് പ്രകാരമുള്ളതുപോലെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. നാം അറിഞ്ഞും വിശ്വസിക്കും. പറഞ്ഞു നിങ്ങള് വിശ്വസിക്കുക എന്നുള്ള നിങ്ങളുടെ സ്വന്തം പരിപാടി. വേണം വിശ്വസിക്കാൻ. കാര്യം എഴുതി വെച്ചിരിക്കുന്ന ഞാൻ പറയും. വായിച്ചേട്ടാ. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ആരോടുള്ള സ്നേഹം അറിയാമോ? ദൈവത്തോടുള്ള സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ ജീവിക്കുന്നതാ. ദൈവം അവനിലും വസിക്കുന്നു. അവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഇനി സ്വർഗം തിരക്കി നീ പോകേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? യോഹന്നാൻ സുവിശേഷം 14:19 വായിച്ചത്. അതുകൂടെ വായിക്കുമ്പോൾ നിർത്താൻ ഒരുപാട് കടല് പോലെ കിടക്ക്, കടല് പോലെ. യോഹന്നാൻ സുവിശേഷം 14:19. കുറഞ്ഞു കഴിഞ്ഞാൽ ലോകം എന്ന് കാണുകയില്ല. ലോകം എന്നല്ല, ലോകം എന്നെ കാണുകയില്ല. നിങ്ങളോ എന്നെ കാണും. നോക്കേ, കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ നീ ആദ്യം ലോകം എന്നെ കാണത്തില്ല, നിങ്ങളോ എന്നെ കാണും. ഇന്ന് കാണുന്ന ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞു പോലെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാണാത്തവര് ഇപ്പൊ കണ്ടോണ്ടിരിക്കുക. കാണുന്നില്ലയോ? കാണണമെങ്കിൽ വചനത്തിനകത്തേ കാണത്തുള്ളൂ. വേറെ എങ്ങും പോയാൽ കാണത്തില്ല. ആ മലയിലുമല്ല, ഈ മലയിലുമല്ല, ആ ദൈവദാസന്റെ അടുത്തുമല്ല, ഈ ദൈവദാസന്റെ അടുത്തുമല്ല. ഈ ഇരിക്കുന്നതിടത്ത് വചനമായി ആത്മാവായി നിന്റെ മുമ്പിൽ തന്നെ ഇരിക്കുക. നിന്റെ അകത്ത് കുറച്ചു പേർക്കെങ്കിലും അകത്തോട് കയറുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഒറ്റയാണെങ്കിലും ഒന്നറിഞ്ഞാൽ വിനോയ്ക്ക് അത് മതി. ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു യെശയ്യാ പ്രവചനം 5-ാം അധ്യായം, യെശയ്യാ 59:21. സന്തോഷം മനസ്സിലാവുന്നുണ്ട് ഇനി പറയുന്ന എല്ലാവർക്കും. യെശയ്യാ 59:21 വാക്യം കൂടെ. യെശയ്യാ 59:21. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോവുകയില്ല. തലമുറയോളം വിശ്വസ്തമായിരിക്കുന്ന ദൈവം. ആമേൻ. നീ എന്ത് ഈ വചനം നിന്റെ അറിഞ്ഞാലേക്കായിരുന്നു. ഹല്ലേലൂയ. അവൻ പലരും ഇന്നാൾക്ക് എന്നോട് ഒരാൾ പറഞ്ഞു, നിന്റെ ഞങ്ങളുടെ മൂന്നിന്റെയും ഒക്കെ വല്യപ്പച്ചൻ, അതായത് പപ്പായുടെ എന്റെ വല്യപ്പച്ചന്റെ അപ്പൻ അല്ലേ, വല്യപ്പച്ചന്റെ അപ്പൻ ചക്കാലയിൽ ചെറിയാൻ ഉപദേശിച്ചു തോന്നുന്നു. അതിശ്രേഷ്ഠനായ ദൈവദാസൻ ഉണ്ടായിരുന്നു, ദൈവപൈതൽ ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് മാരാൺ കൺവെൻഷനിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പണ്ടത്തെ കാലത്ത് ആ സമയത്ത് ബ്രാഹ്മണ സമുദായത്തിൽ നിന്നാണ് ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു വന്നത്. അതൊക്കെ സഭയുടെ ചരിത്രം മൊത്തമാ സഭയിലുണ്ടെങ്കിൽ അതിന്റെ ചരിത്രത്തിലുണ്ട്. ആ അപ്പച്ചന്റെ നേതൃത്വത്തിലാണ് നവീകരണ പ്രസ്ഥാനം അതൊക്കെ തുടങ്ങിയത്. അപ്പൊ ഇത് അറിയാവുന്ന ചെല്ലു പറഞ്ഞു, മോനെ നിന്നെ കടല് കടത്തി ഇങ്ങോട്ട് വിട്ടത് വേറൊന്നും കൊണ്ടല്ല, എന്റെ വല്യപ്പന്റെ ആത്മാവ് നിന്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മോനെ, മരിച്ചുപോയ എന്റെ അപ്പന്റെ ആത്മാവ് ഇതിനകത്തില്ല. ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ചക്കാരെ ജോയിച്ച എന്ന് പറഞ്ഞ ഒരാളിന്റെ രക്തം എന്റെ അകത്തില്ലെന്ന് വിശ്വസിക്കണം. ഞാൻ വാക്കെടുത്തു തരാം. കാരണം നിന്റെ എപ്പോൾ നീ വിശ്വാസത്തിൽ വന്നോ അപ്പോൾ തന്നെ ആ രക്തം മാറ്റിയിട്ട് വിശ്വാസത്തിലൂടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ചിന്തിയ രക്തം നിന്റെ അകത്തും പുറത്തും നിന്റെ മാംസത്തിലും മജ്ജയിലും വ്യാപരിക്കുവാൻ എപ്പോ തുടങ്ങിയോ അന്ന് മുതൽ ആ സമുദായത്തിന്റെ അല്ലെങ്കിൽ ആ പൈതൃകം എന്ന് മാറിയിട്ട് ദൈവത്തിന്റെ വാചനമാകുന്ന രക്തം അകത്ത് പ്രവേശിക്കുവാനിടയായി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കും. പലരും പറയും
ഇപ്പോഴും ശാപമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇപ്പോഴും ശാപമുണ്ട്. ഉണ്ട്, ശാപമുണ്ട്. ശാപം ആർക്കാന്ന് പറയാം? ഒന്ന് വായിക്കാമോ? ശാപമുള്ള ആർക്കാന്ന് അറിയാമോ? പെന്തക്കോസ്തി വന്നു കഴിഞ്ഞാൽ ശാപം പോകുന്ന വിചാരിക്കും കേട്ടോ. ശാപമുള്ള ആർക്കാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഒരു വാക്യം വാക്കി മനസ്സിലാവും. പ്രൈസ് ഗോഡ്. ദൈവത്തെ സ്തുതിക്കുന്നു. കുറേ ഉണ്ട് പറയും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറാം. സമയം 5-10 മിനിറ്റ് നീട്ടി പോയാലും സമയമുള്ളവരിക്കും. ഏതായാലും ഈ വീട്ടുകാരുണ്ടല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ നിൽക്കട്ടെ. ഇനി 1 കൊരിന്ത്യർ 3-16 വാക്യം. 1 കൊരിന്ത്യർ 3:16. ഇത് അങ്ങ് അടിത്തറ ഇട്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്തിലോട്ട് പോകാൻ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? മതി. പുറപ്പാട് 20:24. പുറപ്പാട് 20:24. ഒരാൾ യോഹന്നാൻ 4:21. പുറപ്പാട് 20:24. എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി. എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കണം. അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ശ്രദ്ധിക്കണേ, എനിക്ക് ഒരു ആലയം ഉണ്ടാക്കണം. പുതിയ നിയമത്തിലോട്ട് വന്നപ്പോ ഈ ആലയം മാറി. മണ്ണുകൊണ്ടാണ് ആലയം ഉണ്ടാക്കിയത് പുതിയ നിയമത്തില്. യെസ്, മുമ്പേ നമ്മളാകുന്ന മണ്ണ് ഇവ ഉണ്ടാക്കി. കർത്താവ് ചുമ്മാതല്ല പണിഞ്ഞത്. ഒരു മനുഷ്യനെ ഭൂമിയിലാക്കി വെച്ചതേ വെറുതെ അല്ലെന്ന്. അവന് താമസിക്കാൻ ഒരു ആലയം ഉണ്ടാക്കുമായിരുന്നു. അവൻ ചുമ്മാതെ ഉണ്ടാക്കാൻ മനുഷ്യനല്ല. വെറുതെ ആള് താമസമില്ലാതെ ഉമ്മ ഉണ്ടാക്കിയിടാനേ മനുഷ്യൻ. ദൈവം പണിഞ്ഞതിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസ് എന്ന് പറഞ്ഞ ഒറ്റ കാര്യം, അവന് താമസിക്കാൻ ആലയം. അത് പഴയ നിമിത്തം. അതുകൊണ്ടാണ് വചനം പറഞ്ഞേക്കുന്നത്, എന്നേക്കും ജീവിക്കേണ്ടത് ഒരു മനുഷ്യനെ അവനാക്കി. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? മരണമുള്ളൊരു വാദവനെയാണോ ഉണ്ടാക്കിയത്? അല്ല, മരണമില്ലാത്തൊരു മനുഷ്യനെ ഉണ്ടാക്കി. എന്നാൽ പാപത്തിനകപ്പെട്ടു പോയി പാപത്തിന്റെ പരിണിത ഫലമാകുന്ന മരണം അവനെ പിടിക്കാനിടയായി. പഴയ നിയമത്തിൽ പലരെയും നോക്കി ഏത് രക്തം കൊണ്ട് ഈ പാപത്തിന് പരിഹാരം. ഒരൊറ്റ വിശുദ്ധ രക്തം കണ്ടില്ല. തമ്പുരാനൊരു പരിപാടി അങ്ങ് കിട്ടും. ഞാൻ വരാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ യേശു അപ്പച്ചൻ താഴെ വന്ന് അപ്പോസ്തലരെ പ്രവർത്തിക്കാൻ നോക്കുമ്പോ കാണാം, അവൻ രോഗികളെ സൗഖ്യമാക്കുമ്പോ അപ്പച്ചൻ അറിയായിരുന്നു ഇതിന് കൊടുക്കാൻ പോകുന്ന വില എന്റെ ജീവനാണ്. ചുമ്മാ ഇന്ന് നമ്മൾ പറയും യേശു നടന്നു പോയി സക്കായിയെ താഴ്ത്തി ഇറക്കി അവൻ സൗഖ്യമൊക്കെ ഒക്കെ ശരിയാ. ഇത് ഓരോന്ന് ചെയ്യുമ്പോഴും, ഓരോ രോഗി സൗഖ്യമാകുമ്പോഴും, ഓരോ ഭൂതഗ്രസ്തം വിടുതൽ പ്രാപിക്കുമ്പോഴും അപ്പനറിയാം ഇതെന്റെ ശരീരത്തെ കീറാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന ചില ജോലികളാ. ഹല്ലേലൂയ. ഞാൻ ചെയ്യുന്ന ചില പ്രവർത്തികളാ. പ്രൈസ് ഗോഡ്. നമുക്ക് ഇന്ന് വിലയില്ല. ഫ്രീ ആയിട്ട് കിട്ടിയേക്കാണ്. സംഭവം ശരിയാണ്. ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട് എഴുതി തന്നിരിക്കും. ഒന്നും ചെയ്യണ്ട, ഒരു കാര്യം പോലും ചെയ്യണ്ട. ഒരിടത്തിൽ നിന്ന് ധ്യാനിച്ചത് അകത്തോട്ടൊന്ന് കയറ്റിയാൽ ഞാൻ അവിടെ കൊണ്ട് നിർത്തുക. ഒന്ന് ഞാൻ പറഞ്ഞു, ഇത്രയും മനസ്സിലാകാതെ ആർക്കെങ്കിലും ഉണ്ടോ? കർത്താവ് വസിക്കുന്നതിന് സ്വർഗത്തിലാണെന്ന് പറയല്ലേ? സംഗതി ശരിയാ. വചനത്തിനകത്ത് എഴുതി വെക്കുന്നു, സ്വർഗത്തിൽ പിതാവിന്റെ ഉണ്ട്. അത് സംഗതി ശരിയാ, എഴുതിയിട്ടുണ്ട്. പേരുണ്ട്. നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ സ്വർഗം എന്താണെന്നറിയാം, അവർ രണ്ടുപേരോട് ഈ പോകുന്നത്. മനസ്സിലായോ? മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് സത്യം തന്നെയാ, ഇല്ലെന്നല്ല. എന്നാൽ തന്റെ മക്കളുടെ അകത്ത് വാസസ്ഥലം തമ്പുരാൻ കണ്ടെത്തിയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അതുകൊണ്ട് അവൻ 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവർക്കൊക്കെയും ഞാൻ വരുമെന്നല്ല എഴുതുന്നത്, ഞാൻ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന സ്ഥലം ഒരു സ്വർഗമാണ്. നമ്മളായിരിക്കുന്ന സ്ഥലം സ്വർഗമാണ്. ജോലി സ്ഥലത്ത് കടന്നില്ല, നമ്മൾ സ്വർഗത്തെ കൊണ്ടാ പോകുന്നേ. ഒരു വലിയ സൈന്യത്തെ കൊണ്ടാ വരുന്നതെന്നേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്വർഗം തപ്പി എങ്ങും ചാവാൻ നിൽക്കല്ലേ. ആമീൻ. അങ്ങനെയാണ് ഇന്നോട്ട് മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മരണത്തിന് അപ്പുറമാണ്. അതെല്ലാം മനസ്സിലായല്ലോ. കർത്താവ് ജീവൻ തരുവാനും സമൃദ്ധിയായി ജീവൻ തരുവാനും ദൈവത്തിന് വചനം പറയുന്നു. അത് അവിടെ കൊണ്ട് നിർത്തുക. യേശു ജീവിക്കുന്ന സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ നമ്മളെ ആക്കി വെച്ചെന്ന് കർത്താവ് ഓരോന്നിനെ അടർത്തി മാറ്റി സ്വർഗത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കരുണയുള്ള ദൈവമായതുകൊണ്ട്, എന്റെയും നിന്റെയും പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമായതുകൊണ്ട് ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് പോലും നോ പറയത്തില്ല. സംശയമുണ്ടോ? ഞാൻ അതിലോട്ട് വരാം. ഒറ്റ പ്രാർത്ഥന ദൈവമക്കളാണോ? ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് പോലും 21 ദിവസം പ്രഖ്യാപിക്കേണ്ട കേട്ടോ. ഞാൻ പറയാം, അതിലോട്ട് ഞാൻ വരാം. കുറച്ചുകൂടെ ആഴത്തിലോട്ട് ഇറങ്ങേണ്ട സംഭവം സബ്ജക്റ്റാണ്. അങ്ങനെയുണ്ട്. നമ്മൾ സ്വർഗരാജ്യത്തിലാണല്ലോ, നിത്യരാജ്യത്തിലാണല്ലോ. അതാണല്ലേ പറഞ്ഞു നിർത്തിയത്. ഇതിനകത്ത് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഞാൻ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ടോ? ഇല്ലല്ലോ. എല്ലാം വചനത്തിനാ പറഞ്ഞത്. കർത്താവ് പറഞ്ഞേ നമ്മുടെ സ്വർഗസ്ഥലത്ത് ഇരുത്തിയേക്കാന്ന്. അങ്ങനെയെങ്കിൽ ഈ നിത്യരാജ്യത്തിൽ രോഗത്തിന് രോഗം വരുന്നേ? നിത്യരാജ്യ രോഗമുണ്ടോ? പാപമുണ്ടോ? അയ്യോ, ഉണ്ടോ? മരണമുണ്ടോ? കഷ്ടതയുണ്ടോ? പ്രതികൂലമുണ്ടോ? ഒന്നുമില്ലെന്നേ. എന്താ ഉള്ളത്? ആർക്കും സന്തോഷവും സമാധാനവും അല്ലേ? ഞാൻ പറയുന്നു, യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തോട്ട് വന്നിട്ട് രോഗമുണ്ടോ നമുക്ക് കാണിച്ചു. യെശയ്യാപ്രവചനം 53-ാം അധ്യായം.
യെശയ്യാ 53 അധ്യായം 1 വാക്യം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ആമേൻ. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? പറയുമ്പോ ഓരോന്ന് പറയുമ്പോൾ ആൻസർ നമ്മൾ മനസ്സിൽ പറഞ്ഞോളൂ. അന്നൂടെ വായിച്ചേ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അടിവരയിട്ട് പറഞ്ഞ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വാക്യം പറ. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? എനിക്ക് വെളിപ്പെട്ട് കിട്ടി ഇന്ന് രാത്രി, ഇനി ഞാൻ വിടത്തില്ല. അടുത്തത്, അവൻ ഇളയ തൈ പോലെയും ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല. ശ്രദ്ധിക്കണേ, അവന് രൂപഗുണമില്ല. യേശു ക്രിസ്തുവിനെ മറിയയിൽ ഉത്പാദിതമാകുന്നതിന് മുന്നമേ ഇത് കണ്ട മുന്നമേ അവർക്ക് വെളിപ്പെട്ടിരുന്നത് ഓരടിക്കുന്നുണ്ടോ? ഇല്ല. പ്രൈസ് ലോർഡ്. അപ്പൊ വരാൻ പോകുന്ന യേശുവിനെ കണ്ടുകൊണ്ട് യെശയ്യാ ഇതാണ് പ്രവചനം. ഒറിജിനൽ പ്രവചനം ഇതാ. ദൈവ അടിസ്ഥാന പ്രകാരമുള്ള പ്രവചനം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പറഞ്ഞിരിക്കുന്ന പ്രവചനം. എസ്കേൽ പ്രവാചകനായിരുന്നു, യെശയ്യാവ് പ്രവാചകനായിരുന്നു, നഹൂം പ്രവാചകനായിരുന്നു, ഹബക്കൂക്ക് പ്രവാചകനായിരുന്നു. എല്ലാം പഴയ നിയമ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഞാൻ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇതൊന്ന് വായിച്ചാട്ടെ. അവന് കോമളത്വമില്ല. അവന് കോമളത്വമില്ലാത്തോണ്ട് നമുക്ക് കോമളത്വം കിട്ടിയെന്ന് ശ്രദ്ധിക്കണം. ഇത് കുരിശന്മേൽ ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ? ഇങ്ങോട്ട് നോക്കണേ. അവൻ സ്വർഗത്തിലുള്ള സകലവും തന്റെ മക്കൾക്ക് കൊടുത്തിട്ടാ മക്കളുടെ കയ്യിലുള്ള സമ്മതി എല്ലാം പിടിച്ചു വെച്ചിട്ട് പോയെന്ന്. മനസ്സിലായോ? ഇനി വായിച്ചേ. കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അതുകൊണ്ടാണ് നമുക്ക് സൗന്ദര്യം കിട്ടിയത്. അവൻ തകർക്കപ്പെട്ട് നമുക്ക് സൗന്ദര്യം മേടിച്ചു തന്നു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. അവൻ നിന്ദിക്കപ്പെട്ടത് കൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് നിന്നയില്ലാതെ സന്തോഷത്തോടെ ആരുടെ മുമ്പിലും വചനം ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്. അവൻ നിന്ദിക്കപ്പെട്ടതുകൊണ്ട് നമുക്കിനി പറയല്ലേ എന്നെ നിന്ദിച്ചിരിക്കാനും ഒത്തിരി പേരെന്നെ നിന്ദിച്ചു. എടാ നിന്റെ കയ്യിരിപ്പിന് കുഴപ്പമുണ്ട്, ഇവിടെ നിന്ദിച്ചേക്ക്. ദൈവത്തിന്റെ വചനം പറയുന്നു നിനക്കൊരു നിന്നയില്ലെന്ന്. വായിച്ചോ. ത്യജിക്കപ്പെട്ടു. അവൻ ത്യജിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ മാനിക്കപ്പെട്ടു. ഇത് പേഴ്സണലൈസ് ചെയ്യണം. വചനം എന്ന് പറയുന്നത് സ്വന്തമാക്കണമെന്ന്. ചില പറഞ്ഞ വചനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സ്വന്തമാണോ? ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടോ സ്വന്തമായിട്ട് പറയാൻ? ഉണ്ടോ? ഒന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെന്ന് പറയരുത്. ക്രിസ്തുവല്ലാതെ, ക്രിസ്തുവിന്റെ വചനമല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ഒന്നുമില്ലാത്തൊരു അനാഥന്മാരാണ് ഇവിടെ വന്നിരിക്കല്ലേ. ക്രിസ്തുയെ കിട്ടിയവരാ ഇവിടെ വന്നിരിക്കുന്നത്. വ്യസനപാത്രമായി രോഗം ശീലിച്ചവനും. അവൻ രോഗി അല്ലായിരുന്നു. നിങ്ങൾ നോക്കിയേ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി രോഗം ശീലിച്ചവനായിത്തീർന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് ആരോഗ്യം പകർന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കോണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. ഇനി നിങ്ങൾക്ക് രോഗമുണ്ടോ? വചനപ്രകാരം വല്ല രോഗമുണ്ടോ? മനസ്സിലാവുന്നു? ഇതൊന്ന് ആത്മാവിലോട്ട് കേട്ടണേ. അവൻ സാക്ഷാൽ രോഗങ്ങളെ വഹിച്ചു. ആരുടെയാ? തന്റെ മക്കളുടെ. മക്കളായിത്തന്നെ എന്ത് ചെയ്യണം? അവനെ കൈക്കൊണ്ട് അവന്റെ കൽപ്പനകൾ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഏവർക്കും നമ്മൾ മാറ്റി പെന്തക്കോസ്തുകാരനാക്കല്ലേ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ദൈവമക്കൾക്കുള്ള അധികാരമാണ്. ഇനി വായിച്ചോ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. അവൻ സാക്ഷാൽ രോഗങ്ങളെ വഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നിനക്കും എനിക്കും വേദനയും രോഗവും വഹിക്കാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന്. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ഇനി മേലെ എനിക്ക് സമാധാനം കിട്ടണമെന്ന് പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്നു. ഒരു സമാധാനത്തിനാണ് പെന്തക്കോസ്തരായ വിശ്വാസത്തിലെ 2 വർഷമായി ഇതുവരെ ഒരു സമാധാനം അനുഭവിക്കാൻ പറ്റിയിട്ട് എന്റെ പൊന്നു ഞങ്ങൾക്ക് വചനം അറിയാൻ. ഇതിന്റെ ആഴങ്ങൾ അകത്തോടൊന്ന് വെളിപ്പെട്ട് കിട്ടണമെന്ന് പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, ഇതൊന്ന് അറിയാൻ ഇരുന്നു കൊടുക്കാഞ്ഞിട്ടാ. ഹല്ലേലൂയ. ഇന്ന് ബൈബിൾ വായിക്കാൻ അറിയത്തില്ല, അക്ഷരാഭ്യാസം ഇല്ല. എന്റെ പൊന്നു കുഞ്ഞെ ബൈബിളോ അവൻ മൊത്തത്തിലുള്ള കാസറ്റ്സ് ഉണ്ട്, CDs ഉണ്ട്. ഇനി ഇന്റർനെറ്റിനകത്തോട്ട് പോയിട്ട് ചുമ്മാ ഒരു ബൈബിൾ അടിച്ചുകൊടുക്കും. മലയാളമെങ്കിൽ മലയാളം, അറബി എങ്കിൽ അറബി എല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ തമ്പുരാന്റെ പരിപാടിയാ കേട്ടോ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. അവന്റെ അടിപ്പിണയാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം എല്ലാം തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ഇതാണ് പാപം. ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിലുള്ള പാപം എന്ന് പറഞ്ഞാൽ അഡൾട്ടറി അല്ല, തെറ്റിദ്ധരിക്കണ്ട. കള്ളം പറയുന്നതല്ല, ചീത്ത വിളിക്കുന്നതല്ല. ഇതൊക്കെ ഇതിന്റെ ബൈ പ്രോഡക്ട്സ് ആണ്. തെറ്റിദ്ധരിക്കില്ലേ? വചനത്തിനകത്ത് പറഞ്ഞിട്ട് ഇത് പാപമാണ്.
പക്ഷെ പാപത്തിന്റെ ബൈ പ്രോഡക്ട്സ് ആണ്. ഒറിജിനൽ പാപം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വായിച്ച ഒന്നത് വായിച്ചേ. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റി ഒഴിഞ്ഞു പോയി. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് അവനവന്റെ വഴിക്ക് തിരിയുന്ന പാപം ക്രിസ്തുവിൽ നിന്നുള്ള. ഇപ്പൊ തന്നെ ഞാൻ പറയാം, ആദം ചെയ്തത് എന്തോ പാപമാണ്. ഒരു ആപ്പിൾ പറിച്ചിരുന്ന വലിയ പാപമാണോ? കർത്താവ് എന്തോ ഒരു ദുഷ്ടനാണ്. അവൻ ആലോചിച്ച് ഒരു ആപ്പിൾ പറിച്ചിരുന്നതോ അവന്റെ വഴിക്ക് അവൻ തിരിഞ്ഞതേ. കാരണം അവൻ വലിയ തെറ്റൊന്നും ചെയ്തില്ല. അവൻ ചെയ്തത് എന്തുവാ? ഇതുവരെ നന്മ തിന്മകളെ തിരിച്ചറിയാൻ അവരുടെ കഴിവ് കിട്ടാൻ വേണ്ടി അവനൊന്ന് കഴിച്ചു. നമ്മളെക്കാട്ടിലും നമ്മളതിനെക്കാട്ടിലും എത്രയോ വലിയ പുള്ളികളാണ്. ഒന്ന് ആലോചിച്ച് അവൻ അത്ര ചെയ്തുള്ളൂ. പക്ഷെ ഒന്നറിയാം, എടാ ക്രിസ്തുവിനല്ലാതെ ഒരു നന്മ തിന്മ നമ്മൾ അറിയാൻ പോകണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിനെ അല്ലാതെ ക്രിസ്തുവിന്റെ ക്രൂശ് അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വേറൊന്നും അറിയണ്ട, വലിയ നോളജ് വേണ്ട. ഇന്ത്യൻ പ്രസിഡന്റ് ആരോ ആയിക്കോട്ടെ, ഡൽഹിയിൽ ഏത് കെജ്രിവാൾ ഭരിച്ചോട്ടെ, എടാ ഈ ടിവിയുടെ മുമ്പിൽ നീ വിഡിത്തത്തെ കണ്ടുകൊണ്ടിരിക്കാതെ ആ സമയത്ത് ഈ ദൈവത്തിന്റെ വചനം എടുത്തൊന്ന് ധ്യാനിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം കാണുന്ന പാവമൊന്നുമല്ല, പക്ഷെ താങ്കളുടെ വഴിക്ക് നടക്കുന്ന കുഞ്ഞെ പാപം. ക്രിസ്തുവിന്റെ യാഗത്തോട്ട് വാ, ക്രിസ്തുവിന്റെ വാട്ടച്ചനകത്തൊന്ന് നീക്ക്, ഈ ബൗണ്ടറിക്കകത്തൊന്ന് നീക്ക്. ഈ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു നിത്യരാജ്യം നിന്റെ അവകാശമാക്കി എന്റെ കർത്താവിന്റെ കാര്യങ്ങൾ തന്നിരിക്കുകയാണ്. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് നോക്കണേ. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം തമ്പുരാൻ അവന്റെ മേൽ ചുമത്തിയാണ്. ആരുടെ മക്കളുടെ അകൃത്യങ്ങൾ. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അല്ലേ. ഓർത്തനെ മക്കൾ ആരാ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഇനി ഞാനും അകൃത്യമുള്ളവനാണ്, പാപമുള്ളവനാണ്. ചെല്ല് വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു അരമണിക്കൂർ കൺഫെക്ഷനാണ്. ഇവിടെ വിവരമില്ലാത്തതാ കൺഫെക്ഷൻ, വിവരമില്ലായ്മയാണ്. വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വചനം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി. ഓക്കെ, ആദ്യമായിട്ട് ഒരാൾ വന്നു, സംഗതി ശരിയാ. ഈ വചനത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് അകത്തോട്ട് കയറ്റിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ടേക്കാൾ നമ്മൾ ചെയ്തു പോയ പാവം എല്ലാവരും നേരിട്ട് പറഞ്ഞ് അപ്പോഴത്തേക്ക് സ്വോത്രം 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 കരയാൻ നിലവിളിക്കാൻ തുടങ്ങി. ഒക്കെ കുഴപ്പമില്ല, ഇതുവരെയും കുഴപ്പമില്ല, ചെയ്തല്ലോ, മതി മതി. ഇന്ന് മുതൽ പറ, എന്നെ പാപിയ എന്ന് പറയുവാൻ ഒരു ദുഷ്ടനും അവകാശമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമീൻ ആമീൻ ആമീൻ, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു നീ അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ആമീൻ ആമീൻ, ആ ദൈവത്തിന്റെ അടുത്ത വാക്യം, ദൈവത്തിന്റെ ആലയം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഓ, അത് വായിച്ചിട്ടില്ലയോ? ദൈവത്തിന്റെ വാസ്തവം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെയാണ്. തമ്പുരാടി പാറ്റിട്ട് തന്നിരിക്കുക. തെറ്റിദ്ധരിക്കല്ലേ? ഇതിന്റെ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞ വേറെ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ്. ഈ നിലവാരത്തോട്ട് വരാൻ വന്നില്ല എന്റെ കുറ്റമല്ല. നീ ഒന്നുകൂടൊന്ന് വീണ്ടും ജന്മ നമ്മളെ മടത്ത് വായിച്ചാൽ പറഞ്ഞു, കുഞ്ഞെ ഇതൊന്നും നമുക്ക് അങ്ങോട്ട് തലേക്ക് ഞാൻ എന്റെ കുറ്റമല്ല. നിങ്ങൾ ബോണഗെയിനാകണം. കാര്യം പഴയ തുരുത്തിനെ അവൻ പുതിയ തുരുത്തി അവൻ തുരുത്തി കീറിപ്പോവും. ആ വാക്യം എങ്ങനെ? പുതിയ തുരുത്തിക്ക് അതേ പകരപ്പെടത്തുള്ളൂ. അല്ലെ തുരുത്തി കീറി പോകും. അമ്പലയുടെ പരിപാടി ഒന്നും നിന്നെ കീറിക്കളാൻ ദൈവത്തിന് ആഗ്രഹം. അതുകൊണ്ടാ നീ ഒന്ന് തുരുത്തി പൂതാക്കെ. നിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്ന് മാറ്റേ. ദൈവത്തിന്റെ വചനത്തിനകത്ത് വളരെ ഈസി ആയിട്ടുള്ള സംഗതികൾ കിടക്കുന്നുണ്ട്. ഇതൊന്നും അതോട് കയറിയാൽ മാത്രം മതി. ഓക്കെ. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ടു. മതി, അതിന് സമയമുള്ളത് താപ്പോട്ട് വായിച്ച് മെഡിറ്റേറ്റ്. ഞാൻ പറയട്ടെ, രോഗം ഉണ്ടാകുന്ന തെറ്റൊന്നും അല്ലേ. രോഗം തോന്നിയ ഒരു രോഗം എന്ന് ഒരു ഫീലിംഗാ. ശ്രദ്ധിച്ചേ, രോഗം എന്ന് പറയുന്നത് വലിയ ആനകാന്നും അല്ല, ഒന്നും ഒരു ഫീലിംഗാ. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ആരോഗ്യമായിട്ട് നിൽക്കുന്നു. നാളെ ഒരു ഡോക്ടറിന്റെ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് ഓ ചോര ക്യാൻസറിന്റെ തുടക്കമുണ്ട്. ക്യാൻസർ തുടങ്ങിയിട്ട് 2 വർഷമായി കാണും. ഇത് അറിഞ്ഞപ്പോഴാണ് അവൻ താഴെ വീണത്. അപ്പൊ ഇതൊരു ഫീലിംഗാ. ഇതിനകത്ത് ഇരുന്നും ചെല്ലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ നീ ഈ രോഗത്തെ അക്സെപ്റ്റ് ചെയ്യുക. അവിടെ ഇരുന്ന് ഇത് അക്സെപ്റ്റ് ചെയ്താൽ എനിക്ക് പോരും. രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നീ പോരുമെന്നേ. ഞാൻ ചോദിച്ചോട്ടെ, ഉൽപ്പത്തിയിൽ രോഗമില്ലാത്തൊരു മനുഷ്യനെ, പാവമില്ലാത്ത മനുഷ്യനെ, മരണമില്ലാത്തൊരു സൃഷ്ടിച്ച് ലോകത്തിലാക്കി. അതേ മനുഷ്യനെ തന്നെയാ പുതിയ നിയമത്തിൽ തമ്പുരാൻ സൃഷ്ടിച്ചത്. മണ്ണുകൊണ്ട് തന്നെയാ ഒരു വീണ്ടും ജന്മം കൊടുത്ത് കർത്താവിന്റെ രക്തം കൊണ്ട് വീണ്ടും ജന്മം പ്രാപിച്ചു. ഹല്ലേലൂയ. അസുഖം വരുമ്പോ കർത്താവെ അസുഖം മാറ്റണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ അങ്ങനല്ലേ ശയാപ്പുണ്ട്, അങ്ങനല്ലോ എഴുതിയിരിക്കുന്നത്. എനിക്ക് ഈ വേദനയും വെച്ചുകൊണ്ടിരിക്കാൻ നല്ല എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, ഓൺ ഹിസ് സ്ട്രൈപ്പ് വി ആർ ഹീൽഡ്. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ എഴുതിയപ്പോ ഞാൻ ഈ രോഗമായിട്ടിരിക്കാൻ ഞാനില്ലെന്ന്
പ്രൈസ് ഗോഡ്. ഞാനില്ല, ഇതൊരു കോമൺ നോളജ് ആകണം. ഇത്രേ ഉള്ളൂ സംഗതി. അതായത് നമുക്ക് പറയാം, ഇന്ന് ഇവിടെ നേഴ്സുമാരെല്ലാം ഉണ്ടോ? നേഴ്സുമാരുണ്ട്, 2 പേരുണ്ട്. ഓക്കെ, ഒരു പനിയോ തലവേനയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓർക്കുന്നത് എന്തുവാ? ചെയ്യാൻ മതി ഉടനെ ഒരു പനലോട് മനസ്സിലോട്ട് ഓർമ്മ വരും. അത് ഭയം കാണാൻ എടുത്ത് അണ്ണാക്കിലോട്ടിട്ട് വേണ്ട വെള്ളം കുടിച്ച് സംഗതി തീർന്നു. ശരിക്കും തലവേന മാറിയോ? ഇല്ല, മാറിയിട്ടില്ല. പക്ഷെ ഒരു സമാധാനം, ഇതാത്തി എന്നാ മാറുന്നത് വിശ്വാസം. ഇവിടെ പൊട്ട ഡോക്ടർ വൈദ്യന്മാർ എഴുതി വെച്ചിരിക്കുന്നു, മനുഷ്യന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ പോഷത്വം എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ പോഷനായിട്ടുള്ള ഒരു മനുഷ്യൻ എഴുതി വെച്ച് പ്രസംഗിക്കുന്ന പ്രസംഗം പോഷത്വം കേട്ടോ. അതിലെഴുതിക്കുന്നു, പ്രസംഗത്തിന്റെ പോഷത്വത്താൽ ജനത്തെ വിടിയിപ്പാനാണ് കർമ്മ തോന്നിയത്. പക്ഷെ ഈ പോഷത്വം ജനത്തെ വിടിവിക്കുന്ന പോഷത്വം, മറ്റേ പോഷത്വം മനുഷ്യനെ കൊല്ലുന്ന പോഷത്വം. അതുകൊണ്ട് പറഞ്ഞ ആത്മാവില് വചനത്തെ പഠിക്കാം, അക്ഷരത്തിൽ പഠിക്കാം. അക്ഷരത്തിൽ പഠിച്ചാൽ അക്ഷരം നിന്നെ കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനമൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരുന്നതേ എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നിറഞ്ഞിട്ടുണ്ട് തുളുമ്പാനുള്ള ഭാഗ്യം. അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കണ്ട. മഞ്ഞ് പെയ്യുന്ന ദേശത്തിൽ ബ്രദറെ നിന്നെ അയക്കാൻ പോവാന്ന് പറയുമ്പോ എന്റെ പൊന്നു പാസ്റ്ററെ ദൈവത്തെ പ്ലീസ്, എനിക്കറിയാം. ഞാൻ കാണുന്നൊരു വലിയ കൊട്ടാരം, ഓക്കെ, അവിടെ ഇരുന്നോട്ട് അതിനെക്കാട്ടി വലിയ കൊട്ടാരം അകത്തുണ്ട്. പ്രൈസ് ഗോഡ്. മനസ്സിലാക്കണമേ. അടുത്ത വാക്യം പെട്ടെന്ന് ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കണേ, രോഗം ദൈവമക്കൾക്കുള്ളതാണോ? അല്ല. അപ്പൊ കോമൺ നോളജ് ആയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു തലവേദന വരുമ്പോ അപ്പൊ ദൈവം എനിക്ക് ഓർമ്മ ഇപ്പൊ വന്നു തുടങ്ങി കേട്ടോ. എത്തിയിട്ടല്ല എനിക്ക് പറയുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഞാൻ ഇങ്ങോട്ട് നോക്കണേ, എത്തിയിട്ടല്ല ഞാൻ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പിടിക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. ആണോ? അതുകൊണ്ട് നിർത്തിയോ പൗലോസ് അപ്പോസ്തലൻ? അടുത്തടുത്ത് എഴുതി വെച്ചിരിക്കുന്നു, നല്ല പോർ പൊരുതി വിശ്വാസം തികച്ചു, നീ ഇതിലൂടെ ആ വാക്കെന്ന് പറഞ്ഞ് നല്ല ഓട്ടം ഓടി പൊരുതി വിശ്വാസം കാത്തു ഓട്ടം തികച്ചു. ഇനി ഞാൻ അത് പിടിച്ചതേ. ഇപ്പൊ ഇതുവരെ ഞാൻ പിടിക്കാനും കൊണ്ട് ഓടി, ഇപ്പൊ ഞാൻ പിടിച്ചതേ. ഓ താങ്ക് യു ജീസസ്. അപ്പൊ എല്ലാ കാര്യങ്ങളൊന്നും പിടിക്കാൻ ഓടുമ്പോ തന്നെ നമ്മൾ പിടിച്ചെന്ന് പറയും. മുമ്പേ എസയുടെ കാര്യം പറഞ്ഞ പോലെ ഞാൻ പിടിച്ചെന്നേ. ഇത് പ്രൈസ് എല്ലാം ഒന്നും ഇതിനകത്ത് ഉൽപ്പത്തിയിൽ പോയിട്ട് ലോകത്തിന്റെ ഭാര്യ ആരാന്നോ പേരെന്തോന്ന് പഠിക്കേണ്ട കാര്യമില്ല. കിസ് പ്രോഗ്രാം നടത്തിയിട്ട് വേണ്ടുന്നത് പഠിക്കണം. ചില കുഞ്ഞുങ്ങളുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്, മുഖവര തൊട്ട് ശുഭം എഴുതിയേക്കുന്നവരെ കാണാതെ അങ്ങ് പഠിക്കുക. റിസൾട്ട് വരുമ്പം മൊട്ടയായിരിക്കും. ചിലരുണ്ട്, ഞാനൊക്കെ കാലം വലിപ്പെട്ടു MBA ഒക്കെ പഠിക്കാൻ പോയ സമയത്ത്, മാധവന്റെ കോഴ്സിനൊക്കെ പഠിക്കാൻ പോയ സമയത്ത്, ഈവൻ സിലബസിനകത്ത് കുന്തപ്പിരണ്ടി ഇത് മാത്രം ഞാൻ പഠിക്കും. പ്രധാനപ്പെട്ടത് മാത്രം. താഴെ ഗ്യാസും കയറ്റും. പ്രൈസ് ഗോഡ്. മാറി വരുമ്പോണ്ട്. അപ്പൊ വേണ്ടത് പഠിച്ചെടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വചനം എന്നും വേണ്ടാത്ത ഇതിനകത്ത് എല്ലാം ഉള്ളത്. പക്ഷേ ഞാൻ ഈ പറയുന്ന ദൈവത്തിന്റെ വചനമാകുന്ന നിത്യതയ്ക്ക് ഉപോദ്ഘടകമായ, അല്ല ഇതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ദൈവത്തിന് വചനം പഴയ നിമിത്തോടെ പോയി തപ്പിയെടുത്തോണം. എസ്കേലുണ്ട്, യെശയ്യാവിലുണ്ട്, എല്ലാ പ്രവചന പുസ്തകത്തിലും ഉണ്ട്. തപ്പിയെടുത്ത് ഇതിന് സപ്പോർട്ടീവ് ആയിരിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ഇതുകൊണ്ട് ഇവിടെ രോഗത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത്യാവശ്യം വിശ്വസിക്കാം നിങ്ങൾക്ക്, അത്യാവശ്യം രോഗമില്ല എന്ന് മനസ്സിലാക്കാം. എബ്രായർ 2:14 എബ്രായർ 2:14 എബ്രായർ 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയ ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ശ്രദ്ധിക്കണമേ. അപ്പൊ ഞാൻ പറഞ്ഞു രോഗത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏകദേശം വിശ്വസിക്കാം. അല്ലെങ്കിൽ റെഫറൻസിന് ഞാൻ വേറെ തരാം. ഇനി അടുത്ത ലെവലിലോട്ട് കയറോ? ഇനി ഇത്തരത്തിൽ മരണമുണ്ടോ? സന്തോഷം. യേശു അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. മരണമില്ലെന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞാൽ വിശ്വസിക്കാമോ? വിശ്വസിക്കാൻ പറ്റുന്നവരുടെ പേരെ ദൈവമക്കൾ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വന്നേ, യോഹന്നാന്റെ സുവിശേഷം. അപ്പൊ നിത്യരായി നമ്മൾ അനുഭവിക്കാൻ പോവാ. വേറെ ഡൗട്ടുകളെല്ലാം ഇന്ന് മാറണം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 23 വാക്യം വായിക്കും, നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നിത്യത്തിലാണോ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാമത്തെ. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു. ഈ കഥ എല്ലാവർക്കും അറിയാവുന്ന കഥയല്ല, ഇറ്റ്സ് എ ഹിസ്റ്ററി. ഓക്കെ, ഇറ്റ്സ് അനുഭവം. ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ ഇവർ തെരഞ്ഞെടുപ്പ് നമ്മൾ അറിയുന്നു. അപ്പോ നമ്മളെ പോലെ ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാനം ഉണ്ട്. അന്ന് എന്റെ ആൾക്കാർ മരിച്ചിട്ടുണ്ടോ അടക്കം ഉയർത്തപ്പെടും. കർത്താവ് പറയുന്നത് എന്തുവാ? എന്റെ പൊന്നു മോളെ, ആ ഒടുക്കത്തെ നാള് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. വായിച്ചോ?
എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമ്മളെ ഉറക്കെ വായിക്കണം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അത് ഇന്ന് മരിച്ചാലും ജീവിക്കുമെന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കണേ. എന്നിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന ഒരു മനുഷ്യന് മരണം ഉണ്ടെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമെന്ന്. അതായത് ഈ വിശ്വാസം ഇല്ലാതെ പെന്തക്കോസ്തിലെ അനുഭവം ഉണ്ട്, കർത്താവിനെ ആഗ്രഹം എല്ലാം ഉണ്ട്, പക്ഷെ മരണം ഉണ്ട് ബ്രദറെ. മരണം എനിക്ക് പോരും ബ്രദറെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. അടുത്ത വാക്യമാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇത് വിശ്വസിക്കാൻ കഴിവുള്ളവർ മാത്രം വലത്തെ കരം ഉയർത്തി ഉച്ചത്തിലൊരു സ്തോത്രം പറയണം. വിശ്വസിക്കാത്തൊരു പറയുകയും വേണ്ട. അടുത്ത വാക്യം, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഓ അല്ലേ.